എന്നാൽ മത്തായി 5:3 മുതലുള്ള ഭാഗ്യങ്ങൾ ആ ഭാഗത്ത് നാം കാണുന്നത് അഷ്ടഭാഗ്യങ്ങളാണ്. 8 ബിയാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അതോടുകൂടിയാണ് ഗിരിപ്രഭാഷണം ആരംഭിക്കുന്നത്. മുൻകാലങ്ങളിൽ ഈ ഭാഗങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിന് വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് ഈ ഭാഗങ്ങളിലേക്ക് ഒരു നിയോഗം തരുന്നു. 8 ഭാഗ്യാവസ്ഥകൾ അവിടെ കാണുന്നു. ആ 8 ഭാഗ്യാവസ്ഥകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാവുന്നിടത്തോളം ഒരുമിച്ച് യാത്ര ചെയ്യാം. ഒന്നാമത്തെ ഭാഗ്യാവസ്ഥ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണ്. ദോസ് ഹു ആർ പൂവർ ഇൻ സ്പിരിറ്റ്, ബ്ലെസ്സഡ് ആർ ദ പൂവർ ഇൻ സ്പിരിറ്റ്, ഫോർ ദെയർ ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്നാൽ ലൂക്കോസ് 6:20 ദരിദ്രൻ ഭാഗ്യവാൻ എന്നാണ് കാണുന്നത്. അടുത്തത് ദുഃഖിക്കുന്നവർ, ബ്ലെസ്സഡ് ആർ ദോസ് ഹു മോൺ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ 8 ഭാഗ്യാവസ്ഥകൾ. ഈ ഭാഗ്യാവസ്ഥകളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അത് മുഴുവൻ ലോകത്തിൻ്റെ ഭാഗ്യത്തിന് നേരെ കൗണ്ടറാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ലോകത്തിൻ്റെ ഭാഗ്യം, ലോകത്തിൽ എന്താണോ ഭാഗ്യം, അത് ദൈവരാജ്യത്തിൽ ഭാഗ്യമല്ല. ദൈവരാജ്യം ഒരു കൗണ്ടർ കൾച്ചറാണ്, ഒരു പ്രതിസംസ്കാരമാണ്. എപ്പോഴും ഒരു കൗണ്ടർ കൾച്ചറായിട്ട് വേദപുസ്തകം, ദൈവം എപ്പോഴും കൾച്ചറുകളെ മാനിക്കുന്നതിനാണ്. ഓരോ രാജ്യത്തിൻ്റെയും ഇപ്പം വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പോലും അതിൻ്റെ ഒറിജിനൽ കൾച്ചർ ചെയ്യുന്നുകൊണ്ടും കോണ്ടസ്റ്റ് ചെയ്യുന്നുകൊണ്ടൊക്കെ വേണം നമ്മളത് മനസ്സിലാക്കാനെന്ന് പറയാറുണ്ട്. അപ്പോൾ തന്നെ എല്ലാ കൾച്ചറിനകത്തും ദൈവത്തിൻ്റെ ഒരു കൾച്ചറുണ്ട്. ഇവിടെ പറയുകയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. പൊന്നു പ്രിയരെ, ദാരിദ്ര്യത്തെ ഒരു പരിധിവരെ ഒരിക്കലും മനുഷ്യൻ ഭാഗ്യമായിട്ട് കണ്ടില്ല. ദാരിദ്ര്യം എന്നുള്ള ആ ഒരു വാക്ക്, പോവർട്ടി, ദോസ് ഹു ആർ പൂവർ, പോവർട്ടി എന്നൊരു വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും യാചകതുല്യമായൊരു ദാരിദ്ര്യമാണ്. അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിച്ച് മുമ്പോട്ട് പോകാം. ഒറ്റ വാക്കിൽ ദാരിദ്ര്യം എന്നുള്ളൊരു വാക്ക് വരുമ്പോൾ അതിന് പല റിലംസ് ഉണ്ട്, പല തലങ്ങളുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന വാക്ക് സാമ്പത്തികമായ ദാരിദ്ര്യമാണ്, എക്കണോമിക്കൽ പോവർട്ടി. എന്നാൽ അത് കൂടാതുള്ള ദാരിദ്ര്യങ്ങളുണ്ട്. സോഷ്യൽ പോവർട്ടി ഉണ്ട്, ദോസ് ഹു ആർ പൂവർ ഇൻ സോഷ്യലി, സാമൂഹികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. മൂന്നാമത്തെ ഒരു ദാരിദ്ര്യമാണ് ഇൻ്റലക്ച്വൽ പോവർട്ടി. നാലാമത്തെ ഒരു ദാരിദ്ര്യാവസ്ഥയാണ് മെൻ്റൽ പോവർട്ടി. അഞ്ചാമത്തെ ഒരു ദാരിദ്ര്യാവസ്ഥയാണ് ഫിസിക്കൽ പോവർട്ടി. ആറാമത്തെ ഒരു ദാരിദ്ര്യാവസ്ഥയാണ് പൊളിറ്റിക്കൽ പോവർട്ടി. ഇതെല്ലാം നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ മേഖലകളിൽ വരുന്ന ഓരോ വശങ്ങളാണ്. പൊതുവേ ദാരിദ്ര്യം എന്നുള്ള വാക്കിന് സാമ്പത്തികമായ ദാരിദ്ര്യമാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതാണ് നമ്മൾ പേടിക്കുന്നത്. എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ പല മേഖലകളുണ്ട്. ഫിസിക്കൽ പോവർട്ടി, ഇതാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം. എന്നാൽ സോഷ്യലി പൂവറായിട്ടുള്ള ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ കോണ്ടസ്റ്റ്, അല്ല ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നവർ ഭൂരിപക്ഷവും ആ ഒരു കോണ്ടസ്റ്റ് നിൽക്കുമ്പോൾ ആ കോണ്ടസ്റ്റിൽ റേസിസം ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇപ്പോഴും എവിടെയൊക്കെയോ മനസ്സിൻ്റെ അഗാധതലങ്ങളിലൊക്കെ ഇതുണ്ടെങ്കിലും ഹ്യൂമൻ റൈറ്റ്സൊക്കെ വളരെ ശക്തമായതുകൊണ്ട് പൊതുവേ അത് സംസാരിക്കാറില്ല. എന്നാൽ ഇന്ത്യൻ കോണ്ടസ്റ്റിൽ ഇന്നും നിലനിൽക്കുന്ന കാസ്റ്റ് സിസ്റ്റമുണ്ട്, ജാതി വ്യവസ്ഥ. ഇന്ത്യക്കാരായ ഭൂരിപക്ഷം പേരും മലയാളി സമൂഹം ഇതിനെ ശ്രദ്ധിക്കുമ്പോൾ കാസ്റ്റ് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രയായിട്ടിരുന്ന ചാതുർവർണ്ണയവും ചാതുർവർണ്ണയത്തിൽപ്പെടാത്ത അവർണ്ണ അവസ്ഥകളും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തെ നമുക്ക് ഒത്തിരി മനസ്സിലാക്കാൻ കഴിയും. അത് സോഷ്യൽ പോവർട്ടിയാണ്. ബോംബെയിലെ ചേരികളിലൊക്കെ താമസിക്കുന്നവർ. അപ്പോൾ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു തമാശ പോലെ കേട്ടു. ബോംബെയിലെ ധാരാവി കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് നിർബന്ധമാക്കണമെന്ന് പറയുമ്പോൾ ചേരികളിൽ എങ്ങനെയാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് വെക്കുക? അത് ഈ 2020 ലോക്ക്ഡൗണിലെ ഏറ്റവും വലിയ തമാശയാണെന്ന് ഒരാൾ പറയുന്നത് കേട്ടു. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവിടെ എങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസ്, ഒരു വാഷ്റൂം, അത് ഒരു പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്ന അമേരിക്കൻ മക്കൾക്കൊന്നും മനസ്സിലാകില്ല. ഒരു വാഷ്റൂം തന്നെ 100-200 പേരെ ഒരു വാഷ്റൂം ഉപയോഗിക്കുന്ന ഒരു സമയത്ത് അവിടെ കയറി ഇറങ്ങിയവർക്കെല്ലാം കോവിഡായെന്നൊക്കെ പറയുമ്പോൾ എന്താ കാര്യം? സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കാത്തൊരു സാമൂഹ്യമായ ഏറ്റവും വലിയ ലോവറായിട്ടുള്ള ഒരു തലം, ദോസ് ഹു ആർ സോഷ്യലി പൂവർ. ഇനി മൂന്നാമത്തെ ഒരു തലമുണ്ട്, ഇൻ്റലക്ച്വൽ പോവർട്ടി. വാട്ട് യു മീൻ ബൈ ഇൻ്റലക്ച്വൽ പോവർട്ടി? എല്ലാവരും ഒരുപോലെ മിടുക്കരാണെങ്കിൽ അതിനെന്താ ഇത്ര വലിയ രസം? എല്ലാവരും ഒരുപോലെ എല്ലാവരും എന്തിനെങ്കിലുമൊക്കെ മിടുക്കലായിരിക്കും. ചിലർ പഠിക്കാൻ ഭയങ്കര സ്മാർട്ടായിരിക്കും, പെട്ടെന്ന് അവർ ഗ്രാസ്പ് ചെയ്ത് വരും. അവർ പെട്ടെന്ന് പഠിക്കുമ്പോൾ, എല്ലാത്തിനും നല്ല ഗ്രേഡ് മേടിക്കുമ്പോൾ, എല്ലാത്തിനും നല്ല ഗ്രേഡും എല്ലാ കാര്യങ്ങൾക്കൊക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളൊക്കെ ആയിരിക്കും.
അവരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എല്ലാവരും മറ്റ് മാതാപിതാക്കൾ അവരുടെ മക്കളോട് പറയും, നിങ്ങൾ അവരെ കണ്ട് പഠിക്കാൻ പറയും. ഞാൻ ഡെലിബറേറ്റായിട്ട് ഉഴപ്പുകയും ഒന്നും ചെയ്യുന്നവരുടെ കാര്യമല്ല ഈ പറയുക. എന്നാൽ എല്ലാവരുടെയും ബുദ്ധിയുണ്ടായിട്ടും പഠിക്കാതെ പോകുന്ന ഉഴപ്പിപ്പോകുന്നവരുണ്ട്. അത് മറ്റൊരു തലമാണ്. എന്നാൽ ബേസിക്കായിട്ടുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കുറവുള്ള കാലഘട്ടങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെ ശ്രദ്ധിക്കുന്നവരൊക്കെ പലരും ഈ ഒരു ഇന്ത്യയിലൊക്കെ പഠിച്ചിട്ട് പോയവരായിരിക്കുമല്ലോ. എയ്ഡഡ് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് പോയവരാണെങ്കിൽ നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാവും. എയ്ഡഡ് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് പോകുമ്പോൾ ബെഞ്ചിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്കൂൾ തല ഓർമ്മയില്ലേ? ഒന്നാമത്തെ ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന മിടുക്കരായിരിക്കും. രണ്ടാമത്തെ ബെഞ്ചിലൊക്കെ വരുമ്പോൾ ഇച്ചിരി കൂടെയൊക്കെ മോശമായിരിക്കും. എങ്കിലും ഒരു ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരു A-B+ ഗ്രേഡായിരിക്കും. മൂന്നാമത്തെ ബെഞ്ചിലോട്ടൊക്കെ വരുമ്പോഴത്തേനും B-C ഗ്രേഡ് വരും. നാലാമത്തെ ബെഞ്ചിലോട്ടൊക്കെ വരുമ്പം വലിയ പിള്ളേരായിരിക്കും. മുമ്പിലൊക്കെ ഇരിക്കുന്ന പിള്ളേർ മക്കളും കൂടുതലും നിക്കറും ഒക്കെ ഇട്ടായിരിക്കും ഇരിക്കുക. എന്നാൽ ഏറ്റവും പുറകെ ഇരിക്കുന്ന മക്കൾ ആൺപിള്ളേരാണെങ്കിൽ മുണ്ണും ഷർട്ടും ഒക്കെ ആയിരിക്കും, വലിയ പിള്ളേരായിരിക്കും. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ വലിയ പാവാടയും വലിയ ബ്ലൗസും ഒക്കെ ഇട്ടിരിക്കും. കാരണം അവരിങ്ങനെ കയറി വന്നപ്പോഴത്തേന് അത് 3-4 ക്ലാസ്സൊക്കെ ഇരുന്നും ഇച്ചിരി പ്രായമൊക്കെ കഴിഞ്ഞ് 8-9 ആകുമ്പോഴത്തേന് 10-16 വയസ്സും മീശയൊക്കെ കുരുത്ത വലിയ പിള്ളേർ. ഫ്രണ്ടിൽ ഇരിക്കുന്ന മിടുക്കര് പിള്ളേരാണ്. അവർ നിക്കറൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഏറ്റവും ബാക്കിയിരിക്കുന്ന ഇച്ചിരി പഴയ കാലം ഇച്ചിരി വലിയ പിള്ളേരായിരിക്കും. കാരണം അവരിങ്ങനെ തോറ്റൊക്കെ വന്നവരാണ്. അവരിങ്ങനെ അടിമേടിക്കാൻ വേണ്ടി ഇരിക്കുന്നവർ. അവരെ നമ്മളിങ്ങനെ മൊണ്ണയെന്നൊക്കെ പറയും, അല്ലെങ്കിൽ പഠിക്കാത്തവരാ, ഉഴപ്പര. പക്ഷേ ഇന്നാണ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇന്ന് പറയുന്നു അവരുടെ പ്രശ്നം ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ട്, അവർക്ക് പ്രോബ്ലം ഓഫ് ലേണിംഗ് ഡിഫിക്കൽറ്റി, അല്ലെങ്കിൽ ചെറിയ മൈനർ ഒരു ഓട്ടിസം, അല്ലെങ്കിൽ ഹൈപ്പറാന്നൊക്കെ പറയത്തില്ലേ. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ പലരും ഹൈപ്പർ ആയിരുന്നു എന്നുള്ള സത്യം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ ഞാനൊരു ഹൈപ്പറായിരുന്നു. കാരണം ഈ കുസൃതി കൂടുതലുള്ള മക്കൾ പലരും അന്ന് ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ കുരുകുരുപ്പാന്ന് പറയും. ഒരിക്കലും കൈ അടങ്ങിയിരിക്കത്തില്ല, എപ്പോഴും കിരികിരികിരികിരാന്നിരിക്കും. അവർക്കെന്തോ കിട്ടും, അവിടുന്ന് അടി കിട്ടും, ഇവിടുന്ന് അടി കിട്ടും, സ്കൂളിൽ നിന്ന് അടി കിട്ടും. അപ്പം പിന്നെ അടിയായിരിക്കും. പ്രത്യേകിച്ച് സാറന്മാരോട് നമുക്ക് കൺസെൻറ്റൂടെ കൊടുത്താൽ ഇന്നടിക്കത്തില്ല, അന്ന് അടിക്കും. എൻ്റെ പൊന്നെ നല്ല സാറന്മാരൊക്കെ ചെന്ന് പറയും, എൻ്റെ മോനാണ് പാസ്റ്റർ, സാറേ ഒരു മയവും കാണിക്കരുത്, എങ്ങനെ രക്ഷപ്പെടുത്തണം. അപ്പൻ്റെ കൺസെൻറ്റൂടെ കിട്ടിയ അത് കുറേ ഗുണമായിട്ടുണ്ട്. ഈ അകന്തോടയ്ക്കൊക്കെ പിച്ചി ഇങ്ങനെ സൈക്ലേറ്റം പഠിപ്പിക്കുന്ന സാറന്മാരുണ്ടായിരുന്നു. ഉയ്യോ, കണക്ക് മാഷുമാരൊക്കെ ആയിരിക്കും ഇങ്ങനെ പിച്ചി ഇങ്ങനെ പിച്ചുമ്പോൾ നമ്മളിങ്ങനെ 1-1.5 അടിയൊക്കെ തന്നെ ആകാശത്തോടൊക്കെ ഇങ്ങനെ കയറിപ്പോവും. എന്താ കാര്യം? ആ പിച്ചിൻ്റെ സുഖം കൊണ്ടാണ്. തിരിച്ചു പറയാനൊക്കത്തില്ല. മാതാപിതാ ഗുരു ദൈവം, അങ്ങനെ അവിടെ എല്ലാം ഇഷ്ടം പോലെ അട്ടിയും ഒക്കെ കിട്ടിയ ഇൻ്റലക്ച്വലായിട്ടുള്ള ഇച്ചിരി പൂവറായിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഇവരെല്ലാം ദൈവം മാനിക്കുന്നുള്ള മറ്റൊരു കാര്യം. ഇനി 4-മത്തെ ഒരു ദാരിദ്ര്യമാണ് മാനസികമായ ദാരിദ്ര്യം. എല്ലാവരും ഒരുപോലെ ശക്തരൊന്നും അല്ല പ്രിയരെ. ചിലരെല്ലാ വിഷയത്തിലും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. എന്നാൽ നമ്മുടെ പല സഹോദരിമാരും പെട്ടെന്ന് അപ്സെറ്റ് ആകുന്നവരാണ്. ഭൂമിയിലെ എല്ലാ കാര്യവും അവരെ അസ്വസ്ഥപ്പെടുത്തും. എവിടെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ ഒരു പ്രയാസമുള്ളൊരു വീഡിയോ കണ്ടാൽ അവർ പിന്നെ അന്ന് എഴുന്നേൽക്കത്തില്ല. അവരെ എന്തും കരയിപ്പിക്കും. അത് കരയിപ്പിക്കുന്ന പോട്ട് അവരെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കും. കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് അവർക്ക് ടെൻഷൻ, കുഞ്ഞിൻ്റെ റിസൾട്ട് ഓർക്ക് അവർക്ക് ടെൻഷൻ, ഇച്ചിരി താമസിച്ചാൽ അവർക്ക് ടെൻഷൻ. അവരാകെപ്പാടെ അസ്വസ്ഥരായിരിക്കും, വല്ലാതെ കരയും ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അവർക്ക് ഒത്തിരി പേരുണ്ട് ഇപ്പം ഒരു ഡിപ്രഷൻ്റെ മരുന്നൊക്കെ എടുക്കുന്നവർ, നിരാശ. ഞാനീയുടെ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു 2 മേഖലകളിലൊക്കെയാണ്. നിരാശയിലേക്കൊക്കെ പോവുകയാണ്, വിഷാദരോഗം, ഉറങ്ങാൻ വേണ്ടി മരുന്നെടുക്കേണ്ടി വരുന്നവർ, പിന്നെ ജീവിതത്തിൽ എവിടെയൊക്കെയോ വല്ലാതെ കുഴഞ്ഞും അലഞ്ഞും വലഞ്ഞും ഒക്കെ പോയിട്ട് ഒത്തിരി മരുന്നുകളെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്ന മാനസികമായി ദാരിദ്ര്യമായിട്ടുള്ളവർ. ഇനി അടുത്ത ഒരു ദാരിദ്ര്യത്തിൻ്റെ തലമാണ് ഫിസിക്കൽ പോവർട്ടി, ശാരീരികമായ ദാരിദ്ര്യം. അതെന്താണെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ബലഹീനനായിപ്പോയാൽ, ക്രോണിക് ഡയബറ്റിക് ആയിപ്പോയാൽ, റീനൽ ഫെയിലറായിപ്പോയാൽ, നമ്മൾ ഫിസിക്കലി പൂവറായിപ്പോയില്ലേ. ക്യാൻസർ വന്നൊരു 4th സ്റ്റേജിലോട്ടൊക്കെ പോയാൽ, സോറിയാസിസിൻ്റെ അല്ലെങ്കിൽ എക്സിമയൊക്കെ വന്ന് വല്ലാതെ ബുദ്ധിമുട്ടിയ, പിന്നെ ആർത്രൈറ്റിസ് അതൊക്കെ വന്നിങ്ങനെ സന്ധികളൊക്കെ ഇങ്ങനെ ചുരുണ്ടു പോയാൽ എന്താ സംഭവിക്കുക? അവർ ഫിസിക്കലി പൂവറായിട്ട് പോയി. അപ്പം ഫിസിക്കൽ പോവർട്ടി, ശാരീരികമായ ദാരിദ്ര്യം, ഇങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദാരിദ്ര്യത്തിൻ്റെ വശങ്ങളാണ്. ചിലപ്പോൾ അവർക്ക് സാമ്പത്തിക പ്രശ്നം കാണത്തില്ല, ശാരീരികമായ ദാരിദ്ര്യം. ഇനി മറ്റൊരു മേഖലയുണ്ട്, പൊളിറ്റിക്കൽ പോവർട്ടി. അത് ചിലപ്പോൾ അമേരിക്കൻ കോണ്ടസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യൻ കോണ്ടസ്റ്റ് അത് ശരിക്കും മനസ്സിലാവും. ഒരു പാർട്ടിക്ക് ഭയങ്കര മെജോറിറ്റി കിട്ടിയിട്ടും മറ്റൊരു പാർട്ടി തീരെ മൈനോറിറ്റി ആയിപ്പോയാൽ അവരുടെ ഒരു ശബ്ദവും എങ്ങും കേൾക്കില്ല. അവരുടെ ഒരു അവകാശങ്ങളും ഒരു പക്ഷേ അവരുയർത്തുന്ന ഒരു ശബ്ദങ്ങളും ആരും ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. മാത്രമല്ല അവരെ പോലീസൊക്കെ ചിലപ്പം നിഷ്കരണം റെയ്ഡ് ചെയ്തെന്ന് വരും. പിന്നെ മൈനോറിറ്റീസൊക്കെ റിലീജിയസ് ആണെന്നേ പോലും മൈനോറിറ്റീസ് ആയിട്ടുള്ളവർക്ക് ഒരു
വലിയ മെജോറിറ്റിക്ക് പൊളിറ്റിക്കൽ സ്ട്രെങ്തോടൊക്കെ വന്നാൽ അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പാടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. പൊളിറ്റിക്കലി ഒക്കെ പൂവറായിട്ടുള്ള ഒത്തിരി വ്യക്തികൾ, അത് ചില രാജ്യങ്ങളിൽ പ്രത്യേകതയാണ്. നമുക്കറിയാം തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഒരു പാർട്ടി ഭയങ്കര വർഗീയ ശക്തികളും ഫാസിസ്റ്റ് ശക്തികളൊക്കെ അധികാരത്തിൽ ഭയങ്കര മെജോറിറ്റിയോടൊക്കെ വന്നാൽ അവിടെ രാജ്യത്ത് പലരും പൊളിറ്റിക്കലി പൂറായിരിക്കും. അതിൻ്റെതായ സകല പീഡനങ്ങളും അവർ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ദാരിദ്ര്യത്തിൻ്റെ പല വശങ്ങളാണ്. പൊളിറ്റിക്കലി, എക്കണോമിക്കലി, മെൻ്റലി, ഫിസിക്കലി ഒക്കെ ദരിദ്രരായിട്ടുള്ളവർ. അപ്പോൾ ആരാണ് ഈ സ്പിരിച്വൽ പൂവർ എന്ന് പറയുക, സ്പിരിച്വൽ പോവർട്ടി എന്ന് പറയുന്നത്? ഇതെല്ലാം ഉള്ളപ്പോഴും ഈ ദാരിദ്ര്യങ്ങളെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചിട്ട് അവനിൽ നിന്ന് കൃപ പ്രാപിച്ച് സന്തോഷം അനുഭവിച്ച് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവൻ ആരോ അവനാണ് ആത്മാവിൽ ദരിദ്രൻ. അവനാണ് ആത്മാവിൽ ദരിദ്രൻ. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, മാനസികമായി ദരിദ്രനാണെങ്കിൽ എന്താണ്, പെട്ടെന്നങ്ങ് ഡള്ളായിപ്പോയി. ഇപ്പം ചിലപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവരായിരിക്കാം. നിങ്ങളുടെ ഉറക്കത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻ വേണോ, നിങ്ങൾ ഡിപ്രഷൻ പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളുടെ പങ്കാളി ഡിപ്രഷനിലൂടെ പോകുന്നവരാണെങ്കിൽ, ഒരു കാര്യം പറയട്ടെ, മാനസികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി പേര് ഈ മണ്ണിലുണ്ട്. എനിക്കങ്ങനെയുള്ള എത്രയോ സുഹൃത്തുക്കളുണ്ട്. ഒത്തിരി പേരെ ദൈവം റിക്കവർ ആക്കിയിട്ടുണ്ട്. ചിലരൊക്കെ ഇപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഒരു തലത്തിലേക്ക് പോവുകയാണ്. എനിക്ക് അതുകൊണ്ട് ഞാൻ ആ ഒരു നാരോ ബ്രിഡ്ജിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പെട്ടെന്ന് അവരൊക്കെ ഓവർകം ചെയ്യാറുണ്ട് ദൈവം അനേകരുടെ സഹായത്താലും. അപ്പോൾ മാനസികമായ ദാരിദ്ര്യം അതിനെ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ശക്തിപ്പെട്ട വ്യക്തികളില്ലേ വേദപുസ്തകത്തിൽ? ഉണ്ടല്ലോ. ഞാൻ കണ്ട മാനസിക ദാരിദ്ര്യം അനുഭവിച്ച വ്യക്തികളിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഏലിയാവാണ് പ്രിയരെ. എന്തൊരു സ്ട്രോങ് ആയിരുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ തിശ്ബിന്നുള്ള തിശ്ബിനായി ഏലിയാവ് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഒറ്റയടിക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടി മഞ്ഞും മഴയും പെയ്യരുത്. ഭയങ്കര ശക്തമായൊരു വാക്ക്. അതുപോലൊക്കെ പിടിച്ചു ചെയ്യുന്നു. പക്ഷേ ഏലിയാവിനെക്കുറിച്ച് പിന്നെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനാണ്. അപ്പം ഞാൻ ഓർത്ത്, കർത്താവേ, ഞാനുമായിട്ട് എങ്ങനെ സമസ്വഭാവം വരുന്നത്? ഒരിക്കലും എനിക്കങ്ങോട്ട് ചെന്നിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ മഴ വന്നാൽ ഒന്നുകൂടെ ഒന്ന് പറയാൻ മൈക്കിലൂടെ ഒക്കെ ധൈര്യമായി മഴ പെയ്യത്തില്ലെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് അറച്ചിട്ടൊക്കെ പറയത്തുള്ളൂ. കർത്താവേ, കൃപയാണ്, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടല്ലാതെ പെയ്യത്തില്ല, ധൈര്യമായിട്ട് അവിടെ ഇരുന്നോന്നൊക്കെ പറയണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടുള്ളത് ആശാരുദ്ദേശി എന്ന് പറയുന്ന ദൈവദാസനാണ്. അദ്ദേഹം ഞങ്ങൾ നടത്തിയ ഒരു കൺവെൻഷന് ഇങ്ങനെ മഴ ഇരച്ചു കയറി വരുമ്പോൾ അങ്ങനെ പറയുന്നതും മഴ പിടിച്ചു നിൽക്കപ്പെടുന്നതും എളിയദാസൻ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. അതൊരു ഒരു കൃപയും ഒരു അഭിഷേകമൊക്കെ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മഴയൊക്കെ പിടിച്ചു നിർത്തി ഏലിയാവ്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ ഏലിയാവ് എവിടെ കിടക്കുക, ചൂരച്ചെടിയുടെ തള്ളിൽ കിടന്നിട്ട് പറയുക, എനിക്കിപ്പം ചാകണം. ഒരു പക്ഷേ പറഞ്ഞാൽ സ്ട്രോങ് മൂഡ് ഡിസോർഡർ അല്ലേ. ഒരിക്കൽ ഭയങ്കര പീക്കിലായിരുന്നു, പിന്നെ നേരെ താഴെ വന്നു, എന്നിട്ട് ചാകണമെന്നൊക്കെ പറയുകയാണ്, എനിക്ക് മരിക്കണമെന്ന്. സൈക്കോളജിക്കൽ ഒരു ടേം എന്താ ഭാഷയ്ക്ക്? സൂയിസൈഡൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ തെറ്റാണോ? അപ്പം ഞാൻ നോക്കിയപ്പം ഇങ്ങനെ ശക്തയോടൊന്നും മഴ പെയ്യത്തില്ലെന്ന് പറയാനുള്ള ഞാനും അദ്ദേഹവുമായിട്ട് അങ്ങോട്ട് ലിങ്കാകുന്നില്ല. പക്ഷേ ഈ മറ്റൊരു ഭാഗത്ത് നമ്മളൊക്കെ ലിങ്കാകുന്നുണ്ട്. ഇതുപോലെ പെട്ടെന്ന് അപ്സെറ്റായി പോയ ഒരു മനുഷ്യനാണ് ഞാൻ. ചില വലിയ വിഷയങ്ങളെയൊക്കെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ടെങ്കിലും പല ചെറിയ വിഷയങ്ങൾ, സ്നേഹിച്ചവരും ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ 2-3 ദിവസം തളർന്നു കിടന്ന് കരഞ്ഞ അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്, ചെറിയ വാക്കുകൾ പോലും. എന്താ കാര്യം? നമ്മൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മാനസികമായ ദാരിദ്ര്യമുള്ള വ്യക്തി, ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ദാരിദ്ര്യത്തെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കാം. കർത്താവെ, ഞാനിങ്ങനെ ക്ഷീണിച്ച് പോകുന്നവനാണ്, എനിക്ക് നിൻ്റെ കൃപ തരണമെന്ന് പറഞ്ഞാൽ തമ്പുരാൻ അതിനകത്തോട്ട് കൃപയുടെ മാരി പെയ്ക്കും. അതാണ് എലിയാവിൻ്റെയൊക്കെ ചരിത്രം. പിന്നെ നമ്മൾ കാണുന്ന എവിടാ? കർമ്മേലിൻ്റെ മലമുകളിലാണ്. ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടുന്നു. ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ധൈര്യസമയം നിൽക്കുക. എന്താ കാര്യം? കർത്താവ് തന്നെ തട്ടി ഉണർത്തി. ഇന്ന് ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സമാനമായൊരു അനുഭവം കടന്നു പോകുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങളെ തട്ടി ഉണർത്താൻ കർത്താവ് തൻ്റെ ദൂതനെ അയക്കും. ഒറ്റക്കാര്യം ചെയ്യുക, നിരാശയുടെ പടുകുഴിയിലേക്ക് പോയിട്ട് വിധിയെ പഴിക്കരുത്. അതിൽ നിരാശപ്പെട്ടിരിക്കുക. കർത്താവിൻ്റെ കരത്തിലോട്ട് ആ ദാരിദ്ര്യത്തെ ഒന്ന് ഏൽപ്പിക്കുക. കർത്താവേ, ഞാൻ മാനസികമായി ക്ഷീണനായി പോകുന്നവനാണ്, എന്നെ ഒന്ന് ധൈര്യപ്പെടുത്തണേ കർത്താവ്, എനിക്കിതിൻ്റെ കൃപ വേണമെന്ന് പറയുമ്പോൾ അതിനെയൊക്കെ കൃപയുടെ സമ്പന്നതയായിരിക്കും. ഇൻ്റലക്ച്വലായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. ചിലരൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള വ്യക്തികളൊക്കെ അവരുടെ മാതാപിതാക്കൾക്ക് അതൊരു സന്തോഷമായിരിക്കും, എൻ്റെ കുഞ്ഞ് വളരെ സ്മാർട്ടാണ്. പക്ഷേ സ്മാർട്ടല്ലാതെ പോയ ഒത്തിരി മാതാപിതാക്കളുടെ മക്കളില്ലേ, പഠിക്കാനൊക്കെ ഇങ്ങനെ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒക്കാതെ പോകുന്നവർ, എവിടെയൊക്കെയോ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള, അത് പിന്നെ ഹൈപ്പറായിട്ടുള്ള, പിന്നെ എവിടെയൊക്കെയോ പുറയിലായിപ്പോയ കുറേ മക്കൾ. ഇവരുടെ കുറ്റം കൊണ്ട് തന്നെയൊന്നും അല്ലല്ലോ, ജന്മവൈകല്യങ്ങളൊക്കെ. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ കഴിയും? അവരെ നിർഭാഗ്യവന്മാരെന്ന് വിളിക്കും.
പക്ഷേ അങ്ങനൊരു വ്യക്തിയെ ഞാൻ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. എബ്ബേസാണ്. എബ്ബേസ് എന്നിട്ട് ആ ദാരിദ്ര്യത്തെ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനെന്നും പ്രാർത്ഥിക്കുന്നതാണ് അവരുടെ പേരൻസിന് വേണ്ടി, മക്കളെക്കാട്ടിലുപരി. കാരണം ഈ ലോക്ക്ഡൗൺ ഞാൻ എൻ്റെ കോണ്ടസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 7 ആഴ്ചകളൊക്കെ ലോക്ക്ഡൗൺ ആയിരുന്നു. പുറത്തൊന്നും പോകാറില്ലെന്ന്. പുറത്തൊക്കെ പോകാതിരിക്കുമ്പോൾ തന്നെ പിള്ളേരൊക്കെ അങ്ങ് ആവശ്യപ്പെടുകയാണ്. എല്ലാവരും അങ്ങ് വല്ലാത്ത ഇറിറ്റേറ്റഡാണ്. എന്താ കാര്യം? പുറത്ത് പോകാനൊക്കുന്നില്ല. അതുകൊണ്ട് അവരങ്ങ് അങ്ങ് അസ്വസ്ഥരാ പ്രിയരെ. ചെറിയ അസ്വസ്ഥതയൊന്നുമല്ല, എല്ലാ വീടിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം പെരയ്ക്കകത്ത് എത്ര നാളാണ് ഇരിക്കുക. അതുകൊണ്ട് പിന്നെ ഏതൊക്കെയോ സോഷ്യൽ കമ്പ്യൂട്ടറിൻ്റെയും അതിനകത്ത് അങ്ങ് മുഴുകുന്നു. ചിലരത് അങ്ങ് ഇറിറ്റേറ്റഡ് ആകുന്നു, അങ്ങ് വയലൻ്റ് ആകുന്നു. എന്താ കാര്യം? ഇത്രയും ലോക്ക്ഡൗൺ സമയം അവരെങ്ങും പോകാൻ ഒക്കുന്നില്ലെന്ന്. പക്ഷേ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ലൈഫ് ലോങ് ലോക്ക്ഡൗൺ ആയിപ്പോയ എത്രയോ പേരൻസ് ഉണ്ട്. ലൈഫ് ലോങ്. എനിക്കറിയാം. പിന്നെ അവരൊരു പരിപാടിക്ക് പോയില്ല, ഒരു കല്യാണത്തിന് പോയില്ല, ഒരു പാർട്ടിക്ക് പോയില്ല. മനഃപൂർവ്വം എവിടെയോ ഒതുങ്ങുന്ന ഒത്തിരി മക്കൾ എവിടെയൊക്കെയോ നമ്മുടെ ഇടയിലില്ലേ? അങ്ങനെ ഒരു അമ്മയായിരിക്കണം എബ്ബേസിൻ്റെ അമ്മ. അതുകൊണ്ടായിരിക്കണം അമ്മ ആ കുഞ്ഞിന് പേരിട്ടു ഇവൻ വ്യസനപുത്രൻ. എന്താ ഇന്നിൻ്റെ കോണ്ടസ്റ്റിൽ പറഞ്ഞാൽ എൻ്റെ ജീവിതം മുഴുവൻ ലോക്ക്ഡൗൺ ആക്കി ഈ കുഞ്ഞ്. ഇനി എനിക്കൊരു സോഷ്യൽ ഗാദറിങ് ഇല്ല, എനിക്കിനിയും വീടിന് പുറത്ത് ഒരു ജീവിതമില്ല, ഞാൻ ഇവനെയും കൊണ്ട് ഒതുങ്ങിയാണ്. അമ്മ അവന് പേരിട്ടു. വിസിബിൾ എവിഡൻസ് ഉണ്ടായിരിക്കണം ആ കുഞ്ഞിന്, ഇവൻ വ്യസനപുത്രൻ. പക്ഷെ അത് തിരിച്ചറിഞ്ഞ ആ മകന് എങ്ങനെയോ പ്രാർത്ഥിക്കാനൊരു പാകതയൊക്കെ കിട്ടിയപ്പോൾ, ആ അറിവ് കിട്ടിയപ്പോൾ ആ മകൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എൻ്റെ അതിനെ ഒന്ന് വിശാലമാക്കി തരാമോ, നീ എൻ്റെ അതിനെ ഒന്ന് വിശാലമാക്കി തരാമോ. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. അനർത്ഥം വ്യസനഹേതുവാകാതെ എൻ്റെ അതിനെ വിശാലമാക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പിന്നെ കാണുന്നു എബ്ബേസ് സഹോദരന്മാരെക്കാൾ മാന്യമായിട്ട് മാറി. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങനെയുള്ള പുറകിലാണെങ്കിൽ എനിക്കൊരു കർത്താവിനെ അറിയാം, പിമ്പനെ മുമ്പനാക്കുന്ന ദൈവം. ജ്ഞാനികളെ രചിപ്പിപ്പാൻ ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്ത ആ കർത്താവിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചുകൂടാ. കർത്താവ് വലിയ ദൈവമാണ്, അതിനകത്തോട്ട് കൃപയുടെ സമ്പന്നത ഒഴിക്കും. ഇനി ശാരീരികമായ ദാരിദ്ര്യമാണോ പ്രിയരെ? ശാരീരികമായിട്ടൊക്കെ ദാരിദ്ര്യം വന്നാൽ നമ്മൾ ഇരിക്കുന്ന വിധിയെ പഴിക്കും. പക്ഷേ അവിടെയും തമ്പുരാൻ്റെ കൃപ അനുഭവിക്കാൻ കഴിയും. ആ കൃപ എന്ന് പറയുന്നത് ആ ദാരിദ്ര്യത്തെ കവിയുന്ന അങ്ങനെ ഒരാളെ ഞാൻ കണ്ടു. അത് മറ്റാരുമല്ല, വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ഇതുപോലെ ലെജൻഡറി ഫിഗർ ആരാണ്? അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസ് എന്തൊരു ദുഷണാശാലിയായിരുന്നു, എന്തൊരു ബുദ്ധി. ആ ദൈവശാസ്ത്രത്തിൻ ആ സുവിശേഷങ്ങളിൽ പറഞ്ഞ ക്രിസ്തുവിനെ ഒരു തരത്തിൽ ഒരു സൈദ്ധാന്തികപരമായിട്ട് ഒരു ഫിലോസഫിക്കലി ലോകത്തിന് അവതരിപ്പിച്ചതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളല്ലേ. ആ ലേഖനങ്ങൾ എഴുതുവാൻ, ആ മിഷണറി യാത്രകൾ നടത്തുവാൻ തനിക്ക് കഴിയാത്തതുപോലെയുള്ള ശാരീരികമായൊരു ദാരിദ്ര്യം തന്നെ അലട്ടിയിരുന്നു പോലും. അത് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തു? കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ മുള്ളൊന്ന് മാറ്റിത്തരാമോ, ഈ മുള്ളൊന്ന് മാറ്റിത്തരാമോ, ഈ മുള്ളൊന്ന് മാറ്റിത്തരാമോ. കർത്താവ് പറഞ്ഞ മുള്ളൊന്നും മാറ്റുന്ന പ്രശ്നമില്ല, അതവിടെ ഇരുന്നോട്ട്. പക്ഷേ എൻ്റെ കൃപ ഞാൻ നിനക്ക് തരാം, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരും. ആ കൃപയുടെ സമ്പന്നത കിട്ടിയപ്പോൾ ആ ശാരീരിക ദാരിദ്ര്യം അവിടെ ഇരിക്കുമ്പോൾ തന്നെ പൗലോസ് അതിൻ്റെ മേൽ ജയിച്ചിട്ട് ആ യാത്രകളിലൂടെ പോവുകയാണ്. സുവിശേഷത്തിൻ്റെ ഒരു വലിയ ജൈത്രയാത്ര നടത്തുകയാണ്. എന്താ സംഭവിച്ചത് എൻ്റെ പൊന്നു പ്രിയരെ? അതിനെ ദൈവകരങ്ങളിൽ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേ? എല്ലാവരും ശാരീരിക പ്രയാസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കടന്നു പോകേണ്ടി വരും. എളിദാസനും വല്ലാത്ത ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നുപോയ പല മേഖലകളുണ്ട്. സോറിയാസിസ് എന്ന അസുഖം വന്നിട്ട് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയ സമയങ്ങളുണ്ട്. ഒരു പരിധിവരെ ഇന്നും ഞാൻ 100% മുക്തനല്ല. പക്ഷേ എൻ്റെ ഒരു മൂവ്മെൻറ്റ്സിനെ, എൻ്റെ ഒരു ശുശ്രൂഷയും റെസ്ട്രിക്റ്റ് ചെയ്യാത്തതുപോലെ തമ്പുരാൻ അതിന്മേലൊരു കൃപയുടെ സമ്പന്നത തന്നു. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അവിടെയൊക്കെ കൃപയുടെ അതിനെ കൊണ്ടുവന്ന് തമ്പുരാൻ്റെ കരത്തിലോട്ട് കൊടുക്കുമ്പോൾ അവിടെയൊക്കെ കൃപയുടെ മാരി ദൈവം പെയ്യിക്കും. സാമൂഹ്യമായ ദാരിദ്ര്യം, സോഷ്യൽ പോവർട്ടി, എത്രയോ പേരെ എനിക്കറിയാം. അങ്ങനെയുള്ളവർ വിധിയെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ എളിവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തുന്ന ഒരു ദൈവമല്ലേ. അതൊക്കെയല്ലേ നമ്മുടെയൊക്കെ സാക്ഷ്യങ്ങൾ പ്രിയരെ. കൂട്ടുകാരിപ്പരമായി എന്നെ നടത്തുന്ന ദൈവമില്ലേ? കൂട്ടുകാരിപ്പരമായി ആനന്ദ ധൈര്യം കൊണ്ട് നിറച്ച ദൈവമില്ലേ? ഒരു പക്ഷേ പഠിക്കുന്ന സമയത്തും വളർന്നു വന്നപ്പോഴൊക്കെ
സോഷ്യലി പൂവറായി പോയതുകൊണ്ട് എന്നാൽ സാമ്പത്തികമായ പോവർട്ടി സോഷ്യൽ പോവർട്ടി ആയിട്ടൊക്കെ മാറുകയും ചെയ്യുന്നുള്ള മറ്റൊരു സത്യം. എത്രയോ ബന്ധുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ 4-5 മക്കളൊക്കെയുള്ള വീട്ടിൽ ചിലപ്പോൾ എല്ലാ മക്കളും ഗൾഫിലും ഒക്കെ പോയി, അല്ല വിദേശത്തൊക്കെ പോയി മിടുക്കരായി. അവരുടെ മക്കൾക്ക് എന്ത് കിട്ടി? നല്ല പഠിത്തം കിട്ടി. അവർ വലിയ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയിട്ട് NRI കോട്ടയിലൊക്കെ മിടുക്കരായിട്ടൊക്കെ പോയി. പിന്നെ ഒരു മോൻ മാത്രം വീട്ടിൽ നിന്ന് പോയി. കാരണം അത്ര മിടുക്കനൊന്നും അല്ലായിരുന്നു. പിന്നെ അപ്പനെ അമ്മയൊക്കെ നോക്കാൻ വേണ്ടിയും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു. പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയി. അപ്പൻ്റെ അമ്മയുടെ ഒക്കെ കാലം കഴിഞ്ഞപ്പം അവരുടെ മക്കൾ വലിയ മിടുക്കനൊന്നും ആയില്ല. അവർ ഇവിടുത്തെ നോർമൽ റേഞ്ചിലൊക്കെ പോയി. എത്രയോ പേരിനോട് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ മക്കളുടെ വിവാഹത്തിനൊക്കെ പോകുമ്പോൾ, ഉറപ്പിനും ബന്ധുവീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഇവരെ മാത്രം അവോയ്ഡ് ചെയ്ത കാര്യങ്ങൾ തഞ്ചത്തിനൊക്കെ ഒക്കാത്തതുകൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം കൊണ്ടുപോയി ഇവരെ മാത്രം അവോയ്ഡ് ചെയ്തെന്ന്. അതൊക്കെ ഇങ്ങനെ നെഞ്ചിനകത്തൊക്കെ പിച്ചാത്തി കുത്തി ഇറക്കുന്ന പോലൊക്കെ തോന്നും. കാരണം അവരിച്ചിരി സാമൂഹ്യമായിട്ട് പുറകിലായിപ്പോയതാണ്. സാമ്പത്തിക പരാധീനതകൾ എപ്പോഴും സോഷ്യൽ പോവർട്ടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും, തിരിച്ചും ഉണ്ടാകും. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. ഈ പോവർട്ടിക്കകത്തുനിന്ന് പൊക്കിയെടുക്കുന്നൊരു കർത്താവില്ലേ. അപ്പോൾ നമ്മളിന്ന് രാത്രി ഈ മുഴുവൻ മേഖലകളെയും ദൈവത്തിൻ്റെ കരത്തിലേക്കൊന്ന് കൊടുത്തിട്ട് അവിടേക്കൊന്ന് കൃപ ചോദിച്ചാൽ ദൈവം കൃപയുടെ മാരി ചെയ്യും. ദൈവം കൃപയുടെ മാരി അയക്കും. നെഞ്ചകം കീറുന്ന പ്രശ്നങ്ങളുള്ളപ്പോഴും അതിനെ ദൈവത്തിൻ്റെ കരത്തിലെടുത്തിട്ട് തമ്പുരാനോടൊപ്പം ചേർന്ന് കിടക്കുന്നവൻ ആരോ അവൻ സ്പിരിച്വലി പൂവറാണ്. ഇനി രണ്ടാമത്തെ ഒരു മേഖലയുണ്ട് പ്രിയരെ, സ്പിരിച്വലി പൂവറായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെയെല്ലാം ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചിട്ട് നടക്കുന്നവന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവനെന്നും ദരിദ്രൻ്റെ പക്ഷത്തായിരിക്കും. മാത്രമല്ല അവനെന്നും ദരിദ്രനെ താങ്ങുകയും ചെയ്യും. അതാണ് ഈ സ്പിരിച്വൽ പൂവർ എന്ന് പറയുന്നത്. വന്ന വഴികൾ അവനൊരിക്കലും മറക്കില്ല. അവനിങ്ങനെ ദരിദ്രനെ താങ്ങിക്കൊണ്ടേയിരിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ ഓർത്തിട്ടുണ്ട്, ഇൻ്റലക്ച്വൽ പോവർട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രയാസം. നല്ല മിടുക്കര് മക്കളൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും ഫുൾ A+ ഒക്കെ കിട്ടുക, ഇന്ത്യൻ കോണ്ടസ്റ്റ് അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയൊക്കെ അവാർഡൊക്കെ ഇഷ്ടം പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ MP, MLA, SP ഒക്കെ വിളിക്കും. എനിക്ക് കിട്ടാവുന്ന അന്നത്തെ ഏറ്റവും നല്ല സാധ്യതകളെ വിളിച്ചിട്ട് ഇവർക്ക് അവാർഡൊക്കെ കൊടുക്കും. എന്തിനാണെന്നറിയാമോ? അവരെ ഒന്നും മറ്റുള്ളവരെ കൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യവുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവരുടെ പേരൻസിനെയൊക്കെ മനോളം പുകഴ്ത്തും. അവർ ധന്യപ്പെട്ട പേരൻസാണ്. അവരുടെ പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. പിന്നെയും പോരാ, അവിടെ അപ്പച്ചനും അമ്മച്ചിയും പൊക്കും. എനിക്കറിയാവുന്ന ചരിത്രമുണ്ട് പ്രിയരെ എന്നൊക്കെ പറഞ്ഞ്. അവരായിരുന്നു ആദ്യകാല വിശ്വാസികളായിരുന്നു. ദൈവദാസന്മാർക്ക് വെച്ച് വിളമ്പി കൊടുത്തവരായിരുന്നു. ശുശ്രൂഷകരെ മാനിച്ചവരായിരുന്നു. എല്ലാവല്ലായ്മകളിലും കർത്താവിന് വേണ്ടി നിന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അച്ഛനെ, അമ്മയുടെ അപ്പച്ചനെ, അമ്മയുടെ അമ്മയും അമ്മച്ചിയെയും അപ്പച്ചൻ്റെ ഭർത്താവിൻ്റെ 2 വീട്ടുകാരെയും ഒക്കെ പുകഴ്ത്തും. അവർക്കെല്ലാം സന്തോഷമായി. പക്ഷേ അപ്പോഴും ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന പഠിക്കാൻ മോശമായ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ പേരൻസിനോട് നിങ്ങൾ ധന്യപ്പെട്ടവരാണെന്ന് പറയാൻ ആരാ ഉള്ളേ? ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള മക്കളെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നവൻ ആരോ അവനാണ് സ്പിരിച്വലി പൂവർ. കുഞ്ഞ് സാരയിലിടാ, നീയും മിടുക്കരാകുമെന്ന് പറഞ്ഞാൽ ഇന്നല്ല നാളെ അവൻ മിടുക്കരാകുന്നേ. കാരണം ബിംബനെ ദൈവം എപ്പോഴും മുമ്പരാക്കും. 100%. ലോകം മിടുക്കയുടെ ലോകമൊന്നുമല്ല. എൻ്റെ ദൈവം മിടുക്കന്മാരുടെ മാത്രം ദൈവമല്ല. പക്ഷെ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയണ്ടേ? അവനാരാണ്? അവനാണ് ആത്മീയമായ ദാരിദ്ര്യൻ, സ്പിരിച്വലി പൂവർ. അവരിങ്ങനെ എപ്പോഴും അങ്ങനെയുള്ളവരൊക്കെ ചേർത്ത് പിടിക്കും. ഇനി മാനസികമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ലേ? പെട്ടെന്ന് ഡള്ളായി പോകുന്നവരുണ്ട്, പെട്ടെന്ന് തകർന്നു പോകുന്നവരുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ ആൾ വേണ്ടേ? ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളി എല്ലാത്തിനും ടെൻഷൻ അടിക്കുന്ന ആളായിരിക്കും. അപ്പോൾ നമുക്കിത് ഇറിറ്റേറ്റഡ് ആയിരിക്കും. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ടെൻഷനായിക്കാണ്. ഇത് കാണുമ്പോൾ നമുക്ക് അരിശ. പക്ഷേ ഒരു പക്ഷേ അവരെ ചേർത്ത് പിടിക്കാനായിരിക്കും. അവരിച്ചിരി ക്ഷീണിതരാണ്. ഇവരെ ചേർത്ത് പിടിക്കാൻ ലോകത്ത് ആൾ വേണ്ടേ? ഞങ്ങളുണ്ട് ഈ പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് നല്ലപോലെ പഠിച്ചിട്ട് ഭയം കയറിയിട്ട് ചുരുണ്ടു പോകുന്ന മക്കളുണ്ട്. നിരാശയുടെ പടുകുഴി പോയ എത്ര പേരുണ്ട്. പക്ഷെ ഒരാൾ അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. അവർക്ക് ഒത്തിരി സമയം കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയണമെങ്കിൽ അവൻ സ്പിരിച്വലി പൂറായിരിക്കണം. ശാരീരികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ലേ? അവരെ ആരെങ്കിലും ചേർത്ത് പിടിക്കണ്ടേ? അവരാണ് ആത്മീയ ദാരിദ്ര്യമുള്ളവൻ. എനിക്കറിയാവുന്ന, ഞാൻ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് വിവാഹാലോചനകളും അതിൻ്റെ ഒരു സ്വപ്നങ്ങളുമൊക്കെ. അപ്പോൾ എല്ലാ മനുഷ്യരെ പോലെ കുടുംബത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമൊക്കെ സ്വപ്നങ്ങൾ മെനയുന്ന ഒരു സമയത്തിൻ്റെ ആ ഒരു പീക്ക് ടൈമിൽ
കുറേ സ്വപ്നങ്ങളും ആലോചനകളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ കൺസെപ്റ്റുകളെ, ദാമ്പത്യ കൺസെപ്റ്റുകളെ മുഴുവൻ അട്ടിമറിച്ച ഒരു സംഭവം എനിക്കുണ്ടായി. ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യൻ, എനിക്ക് ധാരാളം വലിയ ബിസിനസ് ഫേമൊക്കെ ഉണ്ടായിരുന്നവനാണ്. പക്ഷേ തൻ്റെ ഭാര്യയ്ക്കൊരു അപൂർവമായ അസുഖം വന്നു. അവിടെ ഞരമ്പുകളൊക്കെ ആ അമ്മയുടെ ഇങ്ങനെ ചുരുണ്ടു പോകും. അങ്ങനെ അമ്മയുടെ ഞരമ്പൊക്കെ ഇങ്ങനെ ചുരുണ്ടിട്ട് കൈയെല്ലാം ഇങ്ങനെ ചുരുളും. അതുകൊണ്ട് അവർ ആ വീട് വിൽക്കേണ്ടി വന്നു. ബിസിനസ് പൊട്ടിപ്പോയി. അവർ വാടക വീട്ടിലേക്ക് മക്കളുമായിട്ട് താമസം മാറ്റി. പക്ഷേ ദീർഘമാസങ്ങളിലെ വാടക കുടിശ്ശിക വന്നപ്പോൾ വീട്ടുകാരെ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. പോകാനൊരു ഇടമില്ലാത്ത അവർ അന്ന് രാത്രി ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു ദർശനം ഉണ്ടായിട്ട് അവരെ പോയി വിളിച്ച് കൊണ്ടുവന്ന് സമാധാനിപ്പിച്ച് വീട്ടിലാക്കി. അങ്ങനെ ഞങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് ആ ഒരു സമയത്തിൻ്റെ പരിധിക്കകത്ത് ഈ കുടുംബം താമസിച്ചു. ഈ ഭർത്താവെന്ന് പറയുന്ന പ്രിയപ്പെട്ട അച്ചായൻ ഇരുമ്പും ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ്. അവിടെ കൈയൊക്കെ ഇരുമ്പിൻ്റെ ആരോഗ്യമാണ്, ഭയങ്കര ശക്തനാണ്, അത്ര ദൃഢഗാത്രനായ ഒരു ഭർത്താവ്. പക്ഷേ ഈ ഭാര്യയോ ചുരുണ്ടു പോകുന്നൊരു സ്ത്രീ. ഇരിക്കുന്നിരിപ്പ് ഇങ്ങനൊരു അറ്റാക്ക് വരും, അപ്പം ചുരുളും. രോഗത്തിൻ്റെ പേര് പോലും അന്ന് കണ്ടുപിടിക്കാത്തൊരു രോഗം, അപൂർവമായ രോഗം, അപൂർവ ജനസിൽപ്പെട്ട ഒരു രോഗം. പിന്നെ പെതുക്കെ നിവർക്കും, പിന്നെ ഈ എപ്പിസോഡ് ഉണ്ടാവും. ഇത് ചിലപ്പോൾ ദിവസം 3-4 പ്രാവശ്യം ഉണ്ടാവും. കിടപ്പിലായിപ്പോയൊരമ്മ, ഇങ്ങനെ ചുരുണ്ടു പോകുന്നൊരമ്മ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അരോഗദൃഢഗാത്രനായ ഈ പ്രിയപ്പെട്ട അച്ചായൻ ഇങ്ങനെ ചുരുണ്ടു പോകുന്ന ഭാര്യയുടെ എടുത്ത് ആ കട്ടിലേൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ അടുത്ത് 5-10 മിനിറ്റ് അല്ല, 5-6 മണിക്കൂർ അറ്റ് എ ടൈം ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഓരോ കൈയുടെ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ തിരുമ്മി നിവർക്കും. ഞാൻ കണ്ടതാണ്. തിരുമ്മി നിവർക്കും, ഓരോ വിരലുകളും നിവർക്കും, വീണ്ടും അത് ചുരുളും, വീണ്ടും നിവർക്കും. ആരോഗ്യമുള്ളൊരു ഭർത്താവ് ഇങ്ങനെ തളർന്നുപോയൊരു ഭാര്യയുടെ അടുത്ത് 5-6 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അന്ന് എൻ്റെ കുടുംബ സങ്കല്പങ്ങളിലൊരു വ്യത്യാസമുണ്ടായി. എന്താ കാര്യം? കിടപ്പിലായിപ്പോയ ഒരു ജീവിത പങ്കാളിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഇതിനൊക്കെ ആൾക്കാർ വേണ്ടേ പ്രിയരെ? എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ ഇരിക്കുക? ഹീ ഷെയറിങ് ഹിസ് ലൈഫ് വിത്ത് ഹിസ് പാർട്ട്ണർ. കാരണം ടൈം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ഈസ് ഓൾ അബൌട്ട് അവർ ലൈഫ്. സമയം എന്ന് പറയുന്നത് ജീവനാണ്. കാരണം നമുക്കിത്ര ആയുസല്ലേ ഉള്ളൂ. അപ്പോൾ ഹീസ് സ്പെൻഡിങ് ഹിസ് ടൈം വിത്ത് ദാറ്റ് പേഴ്സൺ. അങ്ങനെ കൊടുക്കുമ്പോൾ അവൻ്റെ ജീവിതം ഷെയർ ചെയ്യുകയാണ്. കാരണം ടൈം ഈസ് ലൈഫ്. ജീവിതം ഷെയർ ചെയ്യുക. ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശാരീരികമായി ദാരിദ്ര്യത്തിലായി പോയവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണ്ടേ? ഇനിയുള്ള ആഫ്റ്റർ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പേര് ഇങ്ങനെയൊക്കെ കാണും. അവരോടൊപ്പം പോയി സമയം ഇരിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ കഴിയുന്നവൻ ആരോ? വൃദ്ധമാതാപിതാക്കൾ, ബലഹീനരായി പോകുന്നവർ, പാരലൈസായി പോകുന്നവർ, അവിടെയൊക്കെ ഇരിക്കാൻ. ഇതാണ് ക്രൈസ്തവ ദൗത്യം. ആഫ്റ്റർ കോവിഡ് സഭ ഒരുങ്ങണം. അതൊരു ചർച്ചിയാനിറ്റി ആയിരിക്കില്ല. ചർച്ചിയാനിറ്റിക്ക് അപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ ശുശ്രൂഷ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്താണ്? കർത്താവായ യേശു കാണിച്ചെന്ന മാതൃക ഇങ്ങനെയുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ശാരീരികമായ ദാരിദ്ര്യമുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയണ്ടേ? ഇനി സാമൂഹ്യമായ ദാരിദ്ര്യത്തിൽ ഇച്ചിരി ഒരാൾ വീക്കായി പോയാൽ അവരെയും ചേർത്ത് പിടിക്കാൻ ഇവിടെ ആളുണ്ടെങ്കിൽ അവരും കയറി വരത്തില്ലേ? സാമ്പത്തികമായ ദാരിദ്ര്യം, ഈ ദാരിദ്ര്യത്തെയും ദൈവകരങ്ങളിൽ കൊടുക്കാൻ കഴിയണം. അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കാനും കഴിയണം. അപ്പം ദാരിദ്ര്യമുള്ളവരെ ചേർത്ത് പിടിക്കുക. 2, ഈ ദാരിദ്ര്യങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്. എനിക്ക് ഉയർച്ചയിരിപ്പാൻ അറിയാം, താഴ്ചയിരിപ്പാൻ അറിയാം, എനിക്ക് സമൃദ്ധിയിരിപ്പാൻ അറിയാം, ബുദ്ധിമുട്ടിയിരിപ്പാൻ അറിയാം, എനിക്ക് തൃപ്തനായിരിപ്പാൻ അറിയാം, എനിക്ക് വിശന്നിരിക്കാൻ അറിയാം. തൃപ്തനായിരിക്കാൻ അറിയാമെന്നും വിശന്നിരിപ്പ് എല്ലാം ഞാൻ ഐ ലേൺ ടു ബി കണ്ടൻറ്റ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. എങ്ങനെ? എന്നെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? തൃപ്തനായിരിപ്പാൻ അറിയാം. നമ്മളൊരു സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ എല്ലാവരും സമൃദ്ധിയുടെ ലോകത്തൂടെ പോയവരാണ്. ആകപ്പാടെ ഒരു ഔട്ടിങ്ങൊക്കെ പറയുമ്പോൾ വർഷത്തെ ഒരിക്കൽ ഒരു ടൂറും, അതൊന്നിൽ കപ്പൽ യാത്രയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ലോകത്ത് പോകുന്നു, എവിടെയെങ്കിലും ഒരു കമ്പൽസറി ഇയർലി ടൂർ. നല്ല കാര്യമൊക്കെയാണ്, കുടുംബമായിട്ടൊക്കെ സമയം ചിലവഴിക്കണ്ടേ, പോകണം. പിന്നെ റെസ്റ്റോറൻറ്റുകൾ, അത് ഒരു ദിവസം തായ് ആണെങ്കിൽ ഒരു ദിവസം ജാപ്പാനീസ്, ഒരു ദിവസം ചൈനീസ് ആണെങ്കിൽ ഒരു ദിവസം കൊറിയനാണ്, ഒരു ദിവസം മെക്സിക്കനാണ്. ഇതെല്ലാം കഴിയുമ്പോൾ ഒരു ദിവസം വെജിറ്റേറിയൻ.
അപ്പം ഇഷ്ടംപോലെ സമൃദ്ധിയുടെ ലോകത്തിലൊക്കെ നമ്മൾ പോയി. ഞാൻ ചിലപ്പോഴൊക്കെ എങ്കിലും ചിന്തിച്ച് പോയിട്ടുണ്ട്, ലോകത്ത് ഏറ്റവും കൂടുതൽ കറി മേടിച്ച് കഴിക്കണമെന്ന് പഠിപ്പിച്ച മലയാളിയല്ലേ. ഒരു ഇലക്കകത്തൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇഷ്ടം 10, 20, 25 കൂട്ടം കറി. അത് നസ്രാണിയുടെ പ്രത്യേക സിസ്റ്റം, വെജിറ്റേറിയൻ്റെ പ്രത്യേക സിസ്റ്റം. അപ്പം ഞാനൊരിക്കൽ ഒരു വൈറ്റായിട്ടുള്ള ഒരു സഹോദരൻ വന്നപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു സദ്യ കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണണം. കാരണം ഇത്ര ഇങ്ങനെ കറിയൊക്കെ നിരന്നിരിക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ കറി കഴിച്ച് പഠിച്ച ഒരാൾ മലയാളികളാണെന്ന് പറഞ്ഞാൽ അതൊരു സത്യമല്ലേ. പക്ഷേ അതില്ലാത്തവരവസ്ഥ വന്നാലോ, ഒറ്റ കറി കൊണ്ട് കഴിയേണ്ടി വന്നാലോ, ഒരു മുളകടച്ചത് കൊണ്ട് കഴിയേണ്ടി വന്നാലും അതിൽ ഇതേ ആനന്ദം കണ്ടെത്താൻ കഴിയുന്നവൻ ആരോ അവനാണ് ആത്മാവിൽ ദരിദ്രൻ. കാരണം അവൻ്റെ ദാരിദ്ര്യങ്ങളെ അവൻ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇന്ന് നിങ്ങൾ വിധിയെ പഠിക്കുന്നവരാണ്. നിങ്ങൾക്കുണ്ടായ ശാരീരികമായ മാനസികമായ, പ്രത്യേകിച്ച് എല്ലാ മക്കളെപ്പോലെ ഒരു പക്ഷേ എൻ്റെ മക്കളും എടുക്കലല്ല, അത്രയും സ്മാർട്ടായിട്ടൊന്നും അല്ലെന്നൊക്കെ കണ്ട് നിരാശയുടെ പടുകുഴിയിലാണെങ്കിൽ അതിനെയും സന്തോഷത്തോടെ സ്വീകരിച്ച് തമ്പുരാൻ്റെ കരത്തിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെ ഒരു വാക്ക് പറയാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകും. അപ്പോൾ ദാരിദ്ര്യങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുക, എല്ലാ അവസ്ഥകളും. 2, എന്നും ദരിദ്രനെ ചേർത്ത് പിടിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുക. അതിനുവേണ്ടി നമുക്കൊക്കെ ഒന്ന് ഒരുങ്ങണ്ടേ. ദരിദ്രരെയൊക്കെ ഇങ്ങനെ ചേർത്തൊന്ന് പിടിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ട പ്രിയരെ. ക്ഷീണിതരായിരിക്കുന്ന ഒരാളെടുത്ത് പോയിരിക്കാൻ. അടിച്ചുപൊളിയുടെയൊക്കെ കാലം കഴിഞ്ഞു. സാമ്പത്തികമായി തകർന്നവരെ ഒന്ന് താങ്ങി നിർത്താൻ എനിക്ക് കഴിയണ്ടേ എന്നുള്ള ചിന്ത ദരിദ്രനെ ചേർത്ത് പിടിക്കുക. 3ാമത്തെ ഒരു കാര്യമുണ്ട്, ദരിദ്രനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാതിരിക്കുക. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു ജീവിത പങ്കാളി ഒറ്റ വാക്കുകൊണ്ട് അവർ തകർന്നു പോയെന്ന് വരാം, ക്ഷീണിച്ചു പോയെന്ന് വരാം. ഞങ്ങളെ കൗൺസിലിങ്ങൊക്കെ പഠിപ്പിച്ച ഒരു വൈദികൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒരു മകള് അമ്മ മരിച്ചു പോയി പോലും. അപ്പോൾ അച്ഛനിങ്ങനെ അവിടെ സ്വന്തം ഫാദർ അവളെ വളർത്തിക്കൊണ്ട് വരികയാണ്. അദ്ദേഹം ഒരു മദ്യപാനി. അപ്പോൾ മദ്യപാനിയായ അപ്പൻ്റെ മകളായി വളർത്തപ്പെട്ട ഈ കുഞ്ഞ് ആ അപ്പനാൽ ഒത്തിരി ടോർച്ചർ ചെയ്യപ്പെട്ടു. ഫിസിക്കലും വെർബലിയും ഒക്കെ ഈ കുഞ്ഞ് ഒത്തിരി അബ്യൂസായ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അവൾ അപ്പനെ വെറുത്തു. പക്ഷേ നിവൃത്തിയില്ലാതെ അവളിങ്ങനെ കഷ്ടപ്പെട്ട് വളരുമ്പോൾ നാട്ടുകാർക്കെല്ലാം മനസ്സിലായി പെണ്ണ് വളർന്നു വരുന്നു, ഈ അപ്പൻ്റെ കൂടെ അവളെ നിർത്താൻ കൊള്ളില്ല, അയാളുടെ കുടിയൊരു കൂട്ടുകാരെപ്പോഴും വീട്ടിൽ വരുന്നു, കൊച്ചിൻ്റെ ഭാവി തകർന്നു പോകും. ഇതൊക്കെ മനസ്സിലായപ്പം വീട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കാരും പള്ളിക്കാരും സഭക്കാരും എല്ലാം കൂടി ആലോചിച്ചു. ആരൊക്കെയോ മുൻകൈ എടുത്തു, കൊച്ചിനെ കെട്ടിച്ച് വിടണ്ടേ, അങ്ങനെ പോയാൽ ഒക്കത്തില്ല. അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും പള്ളിക്കാരും സഭക്കാരും എല്ലാം കൂടെ കൂടിയിട്ട് കൊച്ചിൻ്റെ കല്യാണം നടത്തി. അങ്ങനെ എല്ലാവരും കൂടെ കൂടി നടത്തിയതുകൊണ്ട് ഇവർക്ക് വലിയ ഓപ്ഷനൊന്നുമില്ലായിരുന്നു. അവർ കൊണ്ടുവന്ന് ഒന്നിനെ കെട്ടേണ്ട വന്നു. ഇച്ചിരി പ്രായമുള്ളൊരു മനുഷ്യൻ, പക്ഷേ സ്നേഹിക്കും, ഇവൾ കൊച്ചു പെണ്ണ്. അങ്ങനെ അവർ സന്തോഷമായിട്ട് പോകുമ്പം നാടിൻ്റെ പാരമ്പര്യത്തിൽ എവിടെയോ ഒരു വിരുന്നിന് പോവുകയാണ്. കൊച്ചമ്മയുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വിരുന്ന് പോകത്തില്ലേ. കൊച്ചമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പം കൊച്ചമ്മ ഇവളെ കണ്ടിട്ട് അകത്തോട്ട് കൊണ്ടുപോയിട്ട് അവിടെ തോളയിലോട്ട് കെട്ടിപ്പിടിച്ച് കിടന്നങ്ങ് കരഞ്ഞു. എടീ, നീയും കെട്ടിയവനും കൂടെ കയറി വരുന്ന കണ്ടപ്പം എൻ്റെ ചങ്ക് തകർന്നു പോയടീ എന്ന് പറഞ്ഞ് കരയുക. അതെന്നെ കരയുന്നേ. അപ്പോൾ അവൾ ചോദിച്ചു, എന്തിനാ കരയുന്നേ? അപ്പം പറഞ്ഞ് രണ്ടും കൂടെ വരുന്ന കണ്ടപ്പം ഇടീ ചങ്ക് തകർന്നടി, അപ്പനും മോളും വരുന്ന പോലെ തോന്നടി, അപ്പനും മോളും. ആ വാക്ക് അവളെ അടിവരയിട്ടു, അവിടെ ചങ്ക് തകർത്തു. കാരണം അവൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്തത് അപ്പനാണ്. അവിടെ മനസ്സിൽ തോന്നി ഇയാളെൻ്റെ അപ്പനാണ്. അന്ന് മുതൽ അവൾ അവശസ്ഥയായി, അവിടെ കുടുംബജീവിതം തകർന്നു. ഈ കൊച്ചമ്മയുടെ ഒറ്റ വാക്കാ. എൻ്റെ പൊന്നുപ്രിയരെ, ഒറ്റ വാക്കുകൊണ്ട് ഒരാളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാം, അയാളുടെ മാനസിക നില തകർക്കാം, അവരുടെ ഡിപ്രഷനിലേക്ക് പോകാം. അവിടെ ഒന്ന് കയറി വരുമ്പോൾ അവൻ്റെ പഠനത്തെ അത് ബാധിക്കാം, അവളുടെ ഭാവി അത് ബാധിക്കാം. പക്ഷേ ആരെ അങ്ങനെ തള്ളിവിടല്ലേ, ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ഞാൻ എപ്പോഴൊക്കെ ഓർത്തു പോയിട്ടുണ്ട്, 1000 പേര് ചേർത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനെന്ന വ്യക്തി കാണത്തില്ല. എത്രയോ വട്ടം ശുശ്രൂഷയിലൊക്കെ തളർന്നു പോയപ്പോൾ, എവിടെയൊക്കെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് നടന്ന വഴികളിലൊക്കെ ചേർത്ത് പിടിച്ച എത്രയോ പേരുണ്ട്. അപ്പം മരിച്ചപ്പോൾ, അമ്മ മരിച്ചപ്പോൾ, സഹോദരി മരിച്ചപ്പോഴൊക്കെ അപ്പനെപ്പോലെ ചേർത്ത് പിടിച്ചവർ, അമ്മയെപ്പോലെ ചേർത്ത് പിടിച്ചപ്പോൾ, കൂടപ്പുറപ്പിനെപ്പോലെ കൂടെ നടന്നവർ, അങ്ങനെ ആരെയൊക്കെയോ ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ ഞാനും നിങ്ങളൊക്കെ ഇരിക്കുന്നു. നിങ്ങൾ അമേരിക്കയിലൊക്കെ ചെന്നിറങ്ങിയ ആദ്യ സമയത്ത് വെല്ലുമിടുക്കരൊന്നും അല്ലായിരുന്നല്ലോ. അവിടെ ഇങ്ങനെ ചെന്നിറങ്ങിയപ്പം എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയവർ, പിന്നെ കുറേ നാളാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അവർക്കുണ്ടായിട്ടുണ്ട്, അവരും നമുക്കും ഉണ്ടായി കാണും. എങ്കിലും ഒരു വീടിൻ്റെ ക്രമീകരണമൊക്കെ ആവുന്നതിന് വരെ വീട്ടിൽ താമസിപ്പിച്ചവർ, അത് കഴിഞ്ഞ് ഒരു ജോലിക്ക് ബുദ്ധിമുട്ടിയപ്പം
ഇന്ന സ്ഥലത്തൊരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞ് വിളിച്ച് പറഞ്ഞ് അവിടേക്ക് നമ്മളെ റെക്കമെൻഡ് ചെയ്തവർ. അങ്ങനെ ആരെല്ലാം ഈ യാത്രയെ നമ്മളെ താങ്ങിയിട്ടുണ്ട്. ആരൊക്കെയോ താങ്ങിയതിൻ്റെ ഫലമായിട്ടല്ലേ ഇന്നുമൊക്കെ ഇങ്ങനെ നിന്നു പോകുന്നത്. അതുകൊണ്ട് ഈ കോവിഡിൻ്റെ സമയത്ത് കൂടുതൽ സാർത്ഥരാകരുത്. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയണ്ടേ? കർത്താവേ, ചെല്ലെ ഒന്ന് താങ്ങി നിർത്താനുള്ള കൃപ എനിക്ക് വേണമെന്ന്. ഇന്നങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ഉപവാസ പ്രാർത്ഥന എത്ര പേര് തീരുമാനിക്കും? താങ്ങാനുള്ളൊരു കൃപ തരണമേ. കാരണം താങ്ങും കരങ്ങളിൽ അവനെന്നെ വഹിച്ചപ്പോൾ ഞാനും താങ്ങാൻ കടംപെട്ടവനാണ്. ആത്മാവിൽ ദരിദ്രൻ ആരോ അവൻ ഭാഗ്യവാൻ. അവനെന്ത് കിട്ടും? സ്വർഗരാജ്യം അവർക്കുള്ളത്. സ്വർഗരാജ്യം അവർക്കുള്ളത്. അവൻ അഹങ്കരിക്കാനൊന്നുമില്ല, നിഗളിക്കാനൊന്നുമില്ല. അവനൊത്തിരി മാനസികമായ ദരിദ്രനാണ്, ഇൻ്റലക്ച്വലി ദരിദ്രനാണ്, ശാരീരികമായി ദരിദ്രനാണ്. ചിലപ്പോൾ ഈ ദാരിദ്ര്യങ്ങളൊക്കെ ദൈവം തരുന്നു എന്തിനാണെന്നറിയാമോ? നിഗളിച്ച് പോയിട്ട് പിശാച് വന്ന കെണിയിൽ അകപ്പെടാതിരിപ്പാൻ. അതും നല്ലതാണ് പ്രിയരെ. കുറേയൊക്കെ ഈ ചില മുള്ളുകളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ നിഗളിച്ച് പോകാത്തത്. ഇല്ല നമ്മളൊക്കെ പിടിച്ചാൽ നിൽക്കുമോ? അപ്പം തമ്പുരാൻ ചില മുള്ളുകൾ അനുവദിച്ചതും നന്മയ്ക്കെന്നൊക്കെ കരുതാൻ കഴിയുക. എന്നിട്ട് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. രണ്ടാമത്തെ ഭാഗ്യാവസ്ഥ, ദുഃഖിക്കുന്നവൻ ഭാഗ്യവാനാണെന്ന്, അവർക്ക് ആശ്വാസം കിട്ടുമെന്ന്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. ഒന്ന് ലോകത്തിൻ്റെ ദുഃഖം, വേർലി മോർണിംഗ്. മറ്റൊന്ന് ഗോഡ്ലി മോർണിംഗ്. എന്താണ് ലോകത്തിൻ്റെ ദുഃഖം? ഷെയർ മാർക്കറ്റിൽ പൈസ കിട്ടവർക്ക് ഇപ്പം ഭയങ്കര ദുഃഖമാണ്. കാരണം ഷെയറെല്ലാം താഴെ പോകുന്നു. റിയൽ എസ്റ്റേറ്റിൽ പൈസ മുടക്കിയവർക്ക് നഷ്ടമാണ്. കാരണം അതിൻ്റെ ഗ്രാഫിങ് താഴെ പോയിരിക്കുക. ബിസിനസ്സിൽ പൈസ മുടക്കിയവർക്ക് ബിസിനസ്സൊക്കെ ഇങ്ങനെ വല്ലാതെ കുറയുന്നു. അത് വേർലി മോർണിംഗ് ആണ്. അപ്പം അത് നമ്മുടെ പ്രശ്നമാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഒരു ഗോഡ്ലി മോർണിംഗ് ഉണ്ട്. അതെന്താണ്? ദൈവികമായൊരു ദുഃഖം. അത് ജനത്തെയും പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം കരയുകയാണ്. രാവും പകലും ഇങ്ങനെ കരയുന്നവരെയും എളിദാസൻ ഈ യാത്രയെ കണ്ടുമുട്ടി. ഈ കോവിഡിൻ്റെ സമയത്ത് എങ്ങനെ ദുഃഖിക്കണമെന്ന് യോവേൽ പഠിപ്പിക്കുന്നുണ്ട്. യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ കാണുകയാണ്, യൗവനത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട കന്യകയെപ്പോലെ ലഭിക്കുക. അതിൻ്റെ കന്യക, ലാമൻ ലൈക്ക് എ വിർജിൻ വെയറിങ് സാക്ക്ലോത്ത് ഫോർ ദ ബ്രൈഡ് ഗ്രൂം ഓഫ് ഹെയർ യൂത്ത്. യൗവനത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട കന്യകയായ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? അവിടെ കല്യാണം കഴിഞ്ഞു, പക്ഷേ മണിയറ ചെന്നില്ല. അതിനിടയ്ക്ക് വെച്ച് ഭർത്താവ് നഷ്ടപ്പെട്ടാൽ ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല. അതുകൊണ്ട് ദുഃഖിക്കണമെന്ന് പുരോഹിതന്മാരോട് പറയുക. യോവേൽ 1:13 ആലയത്തിൻ്റെ ശുശ്രൂഷകന്മാരെ, ഭോജനയാകവും പാനീയാകവും അറ്റുപോയെന്ന്. എവിടെ? ദേവാലയത്തിൽ. രട്ടെടുത്ത് രാത്രി കരയണ്ടേ? 10 ആഴ്ചയായി ആലയത്തിൽ ആരാധനയില്ല. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൂടാമെന്ന് വെച്ചാലോ, ചെറിയ ശബ്ദം കേട്ട് വണ്ടി കണ്ട 2 ആളെ കണ്ട ഉടനെ പോലീസ് അറിയിക്കാൻ. പോലീസ് വന്ന എണ്ണും, ചെരുപ്പെണ്ണും. അതിനും ചെരുപ്പെണ്ണുമെന്ന് അങ്ങനെ വരുന്നു. തമ്പുരാനെ, ഭോജനയാകവും പാനീയാകവും അറ്റുപോയി. അതുകൊണ്ട് പറയുകയാണ് എല്ലാവരും വരണം. പിന്നെ വലിയൊരു പ്രശ്നം പറയുന്നുണ്ട്. കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ആഹാരം അറ്റുപോകുന്നു. രൂക്ഷമായ ഭക്ഷ്യക്ഷാമം വരുന്നു. ഇത് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എല്ലാവരോടും പറയുന്നു നിങ്ങൾ കൃഷി ഇറക്കിക്കോളാൻ. എല്ലാവരും കൃഷി ഇറക്കാൻ തുടങ്ങി. അത് നല്ല സംസ്കാരമായിട്ട് എനിക്കും തോന്നി. മണ്ണിൻ്റെ സംസ്കാരം കൃഷി ഇറക്കുന്നുണ്ട്. അത് ദൈവികവുമാണ്. കാരണം തോട്ടം സൂക്ഷിക്കാനും കായികനികൾ ഭക്ഷിപ്പാനും ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി. പക്ഷേ കൃഷി ഇറക്കിയിട്ട് കാര്യമില്ല, പന്നി തരണ്ടേ? പന്നി കൃഷി നശിപ്പിക്കും. അതും പോരാഞ്ഞിട്ട് ഇപ്പം കടുവയായി ഇറങ്ങിയിരിക്കുന്നു. അപ്പം കടുവയും പന്നിയും എല്ലാം കൂടെ വന്നാൽ എന്തോ ചെയ്യും? കൃഷി നശിക്കും. വെട്ടുക്കിളി, അത് മറ്റൊരു രൂക്ഷത. അപ്പോൾ ഇതിൻ്റെ എല്ലാം നടുവിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ കരയണമെന്ന്. എങ്ങനെ? യൗവനത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി എങ്ങനെ കരയുമോ? അവളെ ആശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയുമോ? അവളെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. അതുപോലെ കരയണം. അതുപോലെ കരഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് പുരോഹിതന്മാരോട് പറയുകയാണ് 2-ാം അധ്യായത്തിൽ, പുരോഹിതന്മാരെ രട്ടുകൊടുത്തിട്ട് പൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യേ കരഞ്ഞുകൊണ്ട് രാത്രി നിൽക്കണം. യഹോവയെ ക്ഷമിക്കണമേ. അങ്ങനെ ദുഃഖിക്കുന്ന ചില പേരെ ഞാൻ കണ്ടു. ചിലരുടെ കരച്ചിൽ കണ്ടപ്പോൾ അവർക്ക് സാമൂഹികമായ പ്രശ്നമില്ല, സാമ്പത്തികമായ വലിയ പ്രശ്നമില്ല, ശാരീരികമായ പ്രശ്നമില്ല, ഇൻ്റലക്ച്വൽ പ്രശ്നമില്ല, മെൻ്റൽ പ്രശ്നമില്ല. പക്ഷേ അവരുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് തോന്നി അവർ ചത്തുപോകുമെന്ന്. കാരണം നെഞ്ച് പൊട്ടിപ്പോകുമെന്ന്. ഇതൊരു ഡിവൈൻ സോറോയാണ്, ദൈവികമായ ദുഃഖം. ഇങ്ങനെ കരയണം കുറേ പേര്. പക്ഷേ ഞാൻ ഒത്തിരി മക്കളോട് ചോദിച്ചു, ലോക്ക്ഡൗണിൽ എന്താണ് ശുശ്രൂഷകർ ഉൾപ്പെടെ പൊറുക്കണേ എന്തൊക്കെ ചെയ്തെന്ന്.
ലോക്ക്ഡൗണിൽ 10-9 ടിക്ടോക്ക് ചെയ്തു, വീഡിയോ എടുത്തു, ഒത്തിരി ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്തു. അതൊക്കെയാണ് ലോക്ക്ഡൗണിൽ ചെയ്തത്. പക്ഷേ ലോക്ക്ഡൗണിൽ ഇപ്പം ദിവസങ്ങളിങ്ങനെ പെട്ടെന്ന് പോവും. ഇത് കഴിഞ്ഞിട്ടൊരു പുതിയ യുഗം വിരിയും. ഞാൻ വിശ്വസിക്കുന്നു. ഒരു വലിയ ഉണർവിൻ്റെ സമയമുണ്ടാകും. യോബേൽ പറയുന്ന പോലെ ഒരു വലിയ ഉണർവുണ്ടാകും. ആ ഉണർവ് ഒരു എൻഡ് ടൈം ഗ്ലോബൽ റിവൈവലായിരിക്കും. അത് ഉപരിപ്ലവമായിരിക്കത്തില്ല, വചനാധിഷ്ഠിതമായിരിക്കും. പക്ഷേ കർത്താവോട് പറയുന്നു, അതിൽ ഞാൻ ആർക്ക് പങ്കാളിത്തം കൊടുക്കും? ദൈവം പറഞ്ഞു, അത് ഞാൻ പാർട്ടിസിപ്പേഷൻ കൊടുക്കാൻ പോകുന്നത് ഒറ്റ കൂട്ടർക്കാണ്. ഇന്ന് ഈ സമയത്ത് ഗൗരവമായി നിലവിളിക്കുന്ന ചിലരെയും കൊണ്ട് ദൈവം ഒരു അന്ത്യകാല ഉണർവുണ്ടാക്കുക. ഈ എൻ്റെ കോണ്ടസ്റ്റ് എന്നുകൊണ്ട് ഞാൻ പറയാം, അവിടുത്തെ കോണ്ടസ്റ്റ് അല്ല ഞാൻ ഈ പറയുക. എൻ്റെ കോണ്ടസ്റ്റ് എന്നുകൊണ്ട് ഞാൻ കണ്ടു, ഇപ്പോൾ ഇച്ചിരി അയവ് കിട്ടി. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഡ്രോൺ പറത്തുകയായിരുന്നു പോലീസുകാർ. അപ്പോൾ ഈ സ്റ്റേറ്റ് ബോർഡേഴ്സിലൊക്കെ, സംസ്ഥാന അതിർത്തികൾ പങ്കുവയ്ക്കുന്നിടത്തൊക്കെ റോഡെല്ലാം ബ്ലോക്കാണ്. എന്നിട്ടും ആൾക്കാരങ്ങ് വരുന്നു എന്ന്. അപ്പോൾ ഡ്രോൺ പറത്തി നോക്കിയപ്പം കാട്ടിൽ കൂടെ വരുന്നു, അവരെല്ലാം പൊക്കി. പിന്നെ ക്വാറൻറ്റൈനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇറങ്ങി നടന്നാൽ അവരെ നോക്കാൻ ആൾക്കാരുണ്ട്, പ്രത്യേക ഷാഡോ പോലീസുണ്ട്, നിരീക്ഷണത്തിന് പൗരസമിതിയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുക. ഒരു ദിവസം 10-15 ഗോളെങ്കിലും അവർക്ക് വരും. അവരൊന്ന് പുറത്തോട്ട് ഇറങ്ങി അന്നേരം ഗോൾ വരും. അവരോട് പറയും, നിങ്ങളിങ്ങനെ ഇനിയും കളിക്കുക, നിങ്ങളിങ്ങനെ ലൈറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അവരെ അന്നേരം കൊണ്ടുപോയി ഐസൊലേഷൻ വാർഡിലാക്കും. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങാനൊക്കെ ഇല്ല. അപ്പോൾ അവരെല്ലാം നിരീക്ഷണത്തിലാണ്. അപ്പോൾ ആ ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാനും ഇപ്പം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ദുഃഖിച്ച് കരയുന്ന ചിലരെ കൊണ്ട് തമ്പുരാൻ വലിയൊരു പ്രവൃത്തി ചെയ്യിക്കാൻ പോവുകയാണ്. എന്ത് പ്രവൃത്തി? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം കിട്ടും. ആശ്വാസം എന്നുള്ളൊരു വാക്ക് കർത്താവായ യേശു പറയുന്നുണ്ട്, ഞാൻ പോകും നല്ലത്, ഞാൻ പോയാൽ എന്നേക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ അയക്കും. അലോസ് പാരാക്ലറ്റോസ്, മറ്റൊരു കാര്യസ്ഥൻ, കംഫോർട്ടർ, ഐ വിൽ സെൻഡ് അനദർ കംഫോർട്ടർ. ആ പരിശുദ്ധാത്മാവെന്ന കംഫോർട്ടർ നമ്മളെ ആശ്വസിപ്പിക്കുമെങ്കിൽ ഇങ്ങനെ ദുഃഖിക്കുന്നവരുടെ ഇടയിൽ വലിയൊരു ഉണർവുണ്ടാകും. അങ്ങനെയൊന്ന് കരയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തെ ഓർത്ത്, നമ്മുടെ ആയിരിക്കുന്ന ദേശത്തെ ഓർത്ത് ദൈവമേ ഒന്ന് കരയാൻ ഇതുപോലെ കുറേ പേരുണ്ടെങ്കിൽ. ആരൊക്കെ കരയണമെന്നവിടെ പറയുന്നുണ്ട്? പുരോഹിതന്മാർ, മൂപ്പന്മാർ, കുഞ്ഞുങ്ങൾ, മണവാളൻ മണവാട്ടി. അതെന്താ, ന്യൂലിമാർ കപ്പിളിനൊക്കെ കുറേ ഇളവുണ്ട് പഴയ നിയമത്തിൽ. അവരെല്ലാവരും വന്നിട്ട് ഒരുമിച്ച് കരയുക. ഇങ്ങനെ കരഞ്ഞാൽ വലിയൊരു ഉണർവിലേക്ക് ദൈവം നയിക്കും. ഈ തുള്ളനും വെട്ടുക്കിളിയൊക്കെ തിന്നു കളഞ്ഞ് ഇന്നലെകൾക്ക് പകരം ദൈവം നല്ല നാളുകളെ തരും. അങ്ങനെ ദുഃഖിക്കാൻ തയ്യാറാണോ പ്രിയരെ? ദുഃഖിക്കാൻ വേണ്ടി ആ ഒരു മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. യെരമ്യാവ് പറയുന്നുണ്ട്, ജനത്തിൻ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലയെ വെള്ളവും എൻ്റെ കണ്ണെ കണ്ണീരുമാക്കണം. ഇനി മൂന്നാമത്തെ ഭാഗ്യാവസ്ഥയിലേക്ക് വേഗത്തിൽ പോകാം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. സൗമ്യത എന്നുള്ളൊരു വാക്ക് പ്രാവോസ് എന്നൊക്കെ ഉള്ളൊരു വാക്കാണ്. മൈൽഡ് ആൻഡ് സോഫ്റ്റ്, അതാണ് ആ വാക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് മീനിങ്. വളരെ മൈൽഡായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഒരു കാര്യം. സൗമ്യതയുള്ളവർക്ക് അവനെ ദൈവത്തിൻ്റെ വഴി നടത്തും. അവരെ അവൻ ന്യായം പഠിപ്പിച്ചു കൊടുക്കുന്നൊക്കെ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണ്. അവരെന്ത് ചെയ്യും? ഭൂമി അവകാശമാക്കും. എന്താ സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കുമെന്ന് പറയുന്നത്? പൊന്നുപ്രിയരെ, വളരെ ഗൗരവപ്പെട്ട് ചിന്തിക്കുക. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് പഴയ നിയമ കൺസെപ്റ്റുണ്ട്. പഴയ നിയമത്തിലെ ഭൂമി എന്ന് പറയുന്നത് അവർക്ക് ആലയം പണിയാൻ വേണ്ടി. ഭൂമി വലിയൊരു സംഭവമായിരുന്നു. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങളാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. അവർ യാത്ര പോവുകയാണ് ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടി. പ്രവാസത്തിൽ നിന്നൊക്കെ അവരെ മടക്കി വരുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? മോശെ പോലും പുറപ്പാട് പുസ്തകത്തിൽ ജനത്തെ വിട്ടയക്കണമെന്ന് ഫറവോയോട് പറയുന്നത് എന്തിനാ? ഞങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി. അപ്പം അവർക്ക് ഭൂമി എന്തിനായിരുന്നു? ആരാധനയ്ക്കായിരുന്നു. അവിടെ ചെന്നാൽ എന്ത് പണിയും? പറയുന്നുണ്ട്, നിങ്ങൾ ആലയം പണിയണം. ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങളുടെ ആലയം ശൂന്യമായി കിടക്കരുത്, ആലയം പണിയണം. ആലയത്തിൽ എന്തുണ്ട്? ദൈവത്തിന് ഒരു അതിവിശുദ്ധ സ്ഥലമുണ്ട്. അവിടെ ആര് വരും? ദൈവതേജസ് ഇറങ്ങും. ചുരുക്കത്തിൽ അവിടെ ദൈവത്തിൻ്റെ ഇടമൊരുക്കുകയാണ്. അപ്പം ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് ഇടമൊരുക്കുക. ആരെക്കൊണ്ട് ദൈവം തനിക്ക് ഈ ഭൂമിയിൽ ഇടമൊരുക്കും? സൗമ്യതയുള്ളവരെ കൊണ്ട്. ഭയങ്കര ദേഷ്യവും ശാഠ്യവും ചർച്ചകളിലൊക്കെ ആണെങ്കിലും ചെറിയ വിഷയങ്ങളുടെ മുകളിൽ വല്ലാത്ത ഒച്ചപ്പാടും ബഹളവും വാശിയും വീട്ടിലും നാട്ടിലും കൂട്ടിലും എല്ലാം. പ്രിയരെ, നമുക്ക് ദൈവത്തിന് ഇടമൊരുക്കാനൊക്കത്തില്ല. എന്നാൽ സൗമ്യതയുള്ളവരെ കൊണ്ട് കർത്താവ് ഇടമൊരുക്കുകയാണ്. സൗമ്യതയുള്ളവരെന്ത് ചെയ്യും? അവർ ആയിരിക്കുന്ന സ്ഥലത്ത് അവരുടെ ദൈവത്തിന് ഇടമൊരുക്കും. സൗമ്യതയുള്ളവർ അവരുടെ ഓഫീസിൽ ദൈവത്തിന് ഇടമൊരുക്കും. സൗമ്യതയുള്ളവർ അവരുടെ വീട്ടിൽ ദൈവത്തിന് ഇടമൊരുക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഒരു കർത്താവെ
കർത്താവെ എനിക്ക് സൗമ്യത തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. മുമ്പോട്ട് പെട്ടെന്ന് പോട്ടെ. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് വരും? തൃപ്തി വരും. എന്താണ് നീതിക്ക് വിശന്ന് ദാഹിക്കുക എന്ന് പറയും? വിശപ്പ്, ദാഹം. എന്തിനു വേണ്ടി? നീതിക്ക് വേണ്ടി. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, അവർക്ക് തൃപ്തി വരും. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ, നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്ന എന്തിന്? അപ്പമല്ലാത്തതിന് ദ്രവ്യം. മനുഷ്യൻ ഇങ്ങനെ ഓടുകയായിരുന്നു. എന്തിനൊക്കെ വേണ്ടി ഓടി? പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടി. പണം ഓടിയപ്പോൾ എന്ത് ചെയ്തു? എക്സ്ട്രാ ടൈം വർക്ക് ചെയ്തു, ഓവർ ടൈം വർക്ക് ചെയ്തു. എന്തിന്? വീട് മേടിക്കാൻ വേണ്ടി. ആ വീട് പോയപ്പോൾ നീ പോരാ, പിന്നെന്താ വേണം? വലിയൊരു മാൻഷൻ വേണം. അതിനെന്തോ ചെയ്യണം? കുറേ കൂടെ ഓവർ ടൈം ചെയ്തു. അങ്ങനെ വലിയൊരു കെട്ടിടം മേടിച്ചു. എന്നിട്ടിപ്പോൾ അത് അടയ്ക്കാൻ കിടന്ന് ബുദ്ധിമുട്ട്. അപ്പോൾ ഓർത്ത് പോരാ, വലിയ കാറ് വേണം. അതിനുവേണ്ടി ചെയ്തു. എല്ലാത്തിനും ലോൺ കിട്ടി. അങ്ങനെ എന്നിട്ട് തൃപ്തിയായോ? ഇല്ല. ഇപ്പോൾ അത് അടയ്ക്കാൻ കിടന്ന് പെടാപ്പാട് പെടുക. തൃപ്തിയില്ല. സാമ്പത്തികം അതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഓടി. തൃപ്തി വരുമോ? ഇല്ല. കാരണം അപ്പമല്ലാത്തതിനാണ്. പിന്നെ ജഡീയ സുഖങ്ങൾക്ക് വേണ്ടി ഓടി. ഒരു സമൂഹം അതായിരുന്നു. ജഡത്തിനെ തൃപ്തി വരുത്താൻ വേണ്ടി ഓടി. കണ്ണിന് ഇഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടി ഓടി? അത് ഭക്ഷണമാണോ? അത് കിട്ടുന്ന മാറി റെസ്റ്റോറൻറ്റിൽ പോയി. ഇനി വീട്ടിലെ താമസം എടുത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹോട്ടലുകളിൽ പോയി താമസിച്ചു. ബൊഫേകളിൽ നിന്ന് മാത്രം കഴിച്ചു. തൃപ്തി വന്നോ? ഇല്ല. വീണ്ടും അതൃപ്തിയുടെ ലോകത്തേക്ക് പോയി. പിന്നെ മാറി സിനിമകൾ കണ്ടു. തൃപ്തി വന്നോ? ഇല്ല. പിന്നെ ഒത്തിരി ചൂതാട്ടങ്ങളിൽ പോയി. തൃപ്തി വന്നോ? ഇല്ല. അവിശുദ്ധ ബന്ധങ്ങളിലേക്ക് പോയി. തൃപ്തി വന്നോ? ഇല്ല. ഒത്തിരി വൈകൃതങ്ങളിലേക്ക് പോയി. തൃപ്തി വന്നോ? ഇല്ല. അതാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നത്. ഈ സുക്കാറിലെ ദാഹം എന്നൊക്കെ പറഞ്ഞ് കർത്താവ് വന്നിരിപ്പുണ്ട്. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ വക്കത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പൂ. നാരിയോട് ചോദിക്കുന്നു, നാരി, ഒരു പാത്രം ദാഹജലം നീ എനിക്ക് തരുമോ? എന്താ കാര്യം? അവളോട് വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിച്ച് വരുമ്പം പറയുന്നുണ്ട്, വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ, നീ പോയിട്ട് നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന ഈ ഉറവയിൽ നിന്ന് കുടിക്കുന്നവൻ, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അതവനെ നിത്യജീവനിലേക്ക് ഒഴുകുന്ന നീരുറവിയായിട്ടൊക്കെ മാറും. എന്നിട്ട് ഇവളോട് പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ആ സഹോദരി പറയുന്ന ശമരിയക്കാരത്തി. പിന്നെ അവൾ ഭയങ്കര മിഷണറിയാണ്. അവളെന്തിനോ, എനിക്ക് ഭർത്താവില്ല. കർത്താവ് പറഞ്ഞല്ല, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല. അവളോട് ദൈവം ഈ തൃപ്തിയുടെ വെള്ളത്തെപ്പറ്റി പറയുന്നത്. കോണ്ടസ്റ്റ് ഉണ്ട് പ്രിയരെ. ജീവിതം മുഴുവൻ അവൾ ഓടിയെന്ന്. എന്തിനെ തൃപ്തിപ്പെടുത്താൻ? ഈ ജഡത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓടി. എന്നിട്ടോ തൃപ്തി കിട്ടിയോ? ഇല്ല. ഞാൻ കണ്ടു ഒത്തിരി മക്കളെ നല്ല യൗവനത്തിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ഓട്ടി. എന്നിട്ട് കോളേജിൻ്റെ ആ സമയത്തൊക്കെ ഒരു ബന്ധങ്ങൾ, അത് കഴിഞ്ഞ് മറ്റൊരു ബന്ധം, എവിടെ പോയാലും ബന്ധങ്ങൾ. അപ്പോൾ അവരെയൊക്കെ ലോകം മിടുക്കരായിട്ടൊക്കെ കണ്ടു. ഈസ് വെരി സ്മാർട്ട്. ഈ ക്യാൻ ഈസിലി ഹുക്ക് പീപ്പിൾ. ആരെയും വളയ്ക്കും. പക്ഷേ ഇന്ന് ഞാൻ കാണുന്നു അവരൊക്കെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് അലയുന്നത്, ഭ്രാന്തരെ പോലെ അലയുന്നത്. എവിടെ ആർക്ക് തൃപ്തി കിട്ടി? അങ്ങനെ അലഞ്ഞ പ്രിയപ്പെട്ടവർ ജഡസുഖം ആവോളം ആസ്വദിച്ചവർ അവസാനം നരകിക്കുന്നത് ഞാൻ കണ്ടു. തൃപ്തി കിട്ടിയോ? ഇല്ല. പക്ഷെ തൃപ്തി വരുത്തുന്ന ഒന്നുണ്ട്. എല്ലാ മനുഷ്യൻ്റെ അകത്ത് ഒരു വാക്കുമുണ്ട്. ആ വാക്കും ഗോഡ് സ്പേസാണ്. അത് സമ്പത്ത് കൊണ്ട് തൃപ്തിപ്പെടുത്താനൊക്കത്തില്ല. ആ സ്പേസിനെ ജഡം കൊണ്ട് തൃപ്തിപ്പെടുത്താനൊക്കത്തില്ല. കാമാഭിലാഷങ്ങളുടെ പുറകെ പോയി തൃപ്തിപ്പെടുത്താനൊക്കത്തില്ല. ഇഷ്ടം പോലെ വെട്ടിപ്പിടിച്ചത് കൊണ്ട് തൃപ്തിപ്പെടുത്താനൊക്കത്തില്ല. വെട്ടിപ്പിടിച്ചവരൊക്കെ തിരിച്ചു കൊടുക്കുക, കാരണം തൃപ്തിയില്ലാത്തതുകൊണ്ട്. അതൊക്കെയാണ് ഈ ലോകത്തിൻ്റെ ചരിത്രം. കൊട്ടാരം വിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് എന്തിനാ? അതൊക്കെ ഒരു ചരിത്രങ്ങളല്ലേ. ഗൗതമനൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയെന്ന്. കൊട്ടാരമൊന്നും ആർക്കും അവസാനം ആത്യന്തികമായി തൃപ്തി കിട്ടുന്നില്ലെന്ന്. തൃപ്തി തരുന്ന ഒറ്റ സ്ഥലമുണ്ട്, നീതി, പരിശുദ്ധാത്മാവ്, കർത്താവ്. ആ കർത്താവിന് ഹൃദയം കൊടുത്താൽ അവിടെ തൃപ്തിയാണ് പ്രിയരെ. വലിയ വീടുകളിൽ ഉറക്കമില്ലാ കിടന്ന് ഉരുളുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വീടുകളിൽ പ്രസംഗ ഭാഷയിൽ പണ്ട് പറയുമായിരുന്നു, കറങ്ങുന്ന പങ്കയ്ക്ക് കീഴെ AC യുടെ കിന്നാരം കേട്ട്
1,00,000 മെത്തേ കിടന്ന് തെറിക്കുന്ന ഡള്ളപ്പിൻ്റെ മുകളിൽ കിടന്നിട്ട് ഉറക്കം വരാതെ ഉരുളുക. അപ്പോഴാ പാവം പിടിച്ചവൻ ഇങ്ങനെ നിലത്ത് പായിട്ടിട്ട് ഒറ്റ ഉറക്കം കിടന്നേ അറിഞ്ഞുള്ളൂ. നേരം വെളുത്ത് ആരാണ്ട് തട്ടി വിളിച്ചപ്പോഴാണ് എഴുന്നേക്കുന്നത്. എന്താ കാര്യം? മനസ്സിനൊരു തൃപ്തിയൊക്കെ വേണ്ടേ? ഈ തൃപ്തി തരുന്ന ഒരു വഴിയുണ്ട്. അതാണ് ഈ കർത്താവിൻ്റെ വേല. അവിടെ കിട്ടുന്ന ഒരു തൃപ്തി എന്നൊക്കെ പറയുന്നത് എന്താ? ആത്മാക്കളുടെ രക്ഷയാ. കർത്തദാസനെ ഇന്ന് എന്നോട് പ്രസംഗിച്ചപ്പം അതെൻ്റെ മനസ്സിനോടായിരുന്നു. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കൊരു വ്യത്യാസം ഉണ്ടായി, അതെന്നെ സ്പർശിച്ചു, അതെനിക്ക് വിടുതൽ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിടുതലുകളൊക്കെ കണ്ടിട്ട് രാത്രി പോയി കിടന്ന സുഖമുറക്ക. തൃപ്തി തരുന്ന ഒന്ന് കർത്താവ പ്രിയരെ. ആ വാക്യത്തെ മറ്റൊന്നുകൊണ്ടും സബ്സ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഓടി. അതാണ് ലോകത്തിൻ്റെ അപജയം. ഇന്ന് ലോകത്തിന് പറ്റിയ ഏറ്റവും വലിയ അപജയം അവർ ആ വാക്വം സ്പേസിനെ നിറയ്ക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് നേടി. ഇവൻ സ്പിരിച്വാലിറ്റി പോലും സമൃദ്ധിയുടെ ആഡംബരത്തിൻ്റെ ഒക്കെ ലോകത്തും കൊണ്ട് അതിനെ തൃപ്തി അതൊന്നും ഒക്കില്ല. ആ റിയൽ വാക്വത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കണം. അപ്പോൾ എന്ത് കിട്ടും? തൃപ്തി കിട്ടും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടും? തൃപ്തി കിട്ടും. ഒറ്റ വാക്കുകൂടൊക്കെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടും? കരുണ കിട്ടും. ബ്ലെസ്സഡ് ആർ ദ മേഴ്സിഫുൾ ആൻഡ് ദേ ഷാൽ റിസീവ് മേഴ്സി. കരുണ. ആ കരുണയുള്ളവർ ആരാണ്? കരുണ ഒരു വിധയാണ്. ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ദരിദ്രനായൊരു സഹോദരൻ ഉണ്ടെങ്കിൽ നീ അവന് കൊടുത്തിരിക്കണം. നിൻ്റെ ഹൃദയം അതിന് നേരെ വിഘടിക്കരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്, കൊടുത്തിരിക്കണം. ലോക്ക്ഡൗണിൽ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടായതിൽ ഒരനുഭവം ഇതൊരു വിധയാണ് കരുണ കാണിച്ച. ഇച്ചിരി പ്രായമുള്ളൊരു ദമ്പതികൾ എന്നെ ഇങ്ങനെ കാണാൻ വേണ്ടി വരും, അച്ഛനും അമ്മയും. അവർ പറഞ്ഞു, വരണം, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കാണുക. എന്താ കാര്യം? കണ്ടേ ഒക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പ്രായമുള്ളവർ വണ്ടി ഓടിക്കാനൊന്നും ഒക്കത്തില്ല. അവരിറങ്ങി നടന്നാൽ ചിലപ്പോൾ പോലീസ് പിടിക്കും. എന്നിട്ടും അവർ സത്യവാങ്ങൊക്കെ എഴുതി വെച്ച് മാസ്കൊക്കെ ധരിച്ച് വന്നു, കാര്യങ്ങൾ സംസാരിച്ച്. എന്തിനാ വന്നേ? അപ്പോൾ ആ മാതാപിതാക്കളിനോട് പറഞ്ഞു, കുഞ്ഞെ, ഇന്നേക്ക് 30-33 വർഷം മുമ്പ് അവർ റാന്നിയിലുള്ള ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുക. അപ്പോൾ അന്ന് അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു സമയം. അന്ന് എൻ്റെ അമ്മ അവർക്ക് എൻ്റെ കയ്യിൽ ചോറ് തന്നിടുമായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ കൊടുത്തിട്ട് ആ സ്കൂളിലൊക്കെ പോകുന്നേ. അന്ന് 33 വർഷം മുമ്പ്. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി. പക്ഷേ ഈ കുടുംബം പറയുന്നു, പൗർവിഷൻ ടി വിയിലൂടെ നിന്നെ കണ്ടപ്പം ഞങ്ങൾ ഓർത്ത്, മക്കളെ, 33 വർഷം മുമ്പ് ഒരു നിക്കറൊക്കെ ഇട്ട് നീ കൊണ്ട് ഓടിത്തന്ന് ചോറ് തന്നിട്ട് ഓടിപ്പോകുന്നത്. അത്രയും വർഷം കഴിഞ്ഞ് അത് കണ്ടപ്പോൾ ഇന്ന് അവിടെ അവസ്ഥയൊക്കെ മാറി. ദൈവം അവരെ അങ്ങ് ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു മക്കളെയൊക്കെ. അവരൊരു ഏറെ പൈസയായിട്ട് എൻ്റെ അടുക്ക വന്ന് എന്നെ ഒരു ഉപാധിയില്ലാതെ അത് ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതെല്ലാം ഒരു വിധയാണ്. അതെല്ലാം ഇങ്ങനെ തിരിച്ചു വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് എന്ത് കിട്ടും? കരുണ കിട്ടും. ഈ രാത്രി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ അഷ്ടഭാഗ്യങ്ങളെല്ലാം നമുക്ക് എത്താനൊക്കുന്നില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിതച്ചാൽ, നിങ്ങളാരും വിതയ്ക്കാത്തവരല്ലെന്നല്ല, ആ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്നവരെല്ലാവരും നല്ലപോലെ കാണണം. പക്ഷേ ഇടക്കാലങ്ങളിൽ ആരൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി, പഴയ പോലെ ഒന്നും വേണ്ട. കരുണ കാണിച്ചുകൊണ്ടിരുന്നാൽ കരുണ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അതിങ്ങനെ തിരിച്ചു വരും. നിൻ്റെ അപ്പത്തെ നീ ഇങ്ങനെ എറിഞ്ഞാൽ അതിങ്ങനെ തിരിച്ചു വരും. അപ്പോൾ ഈ വചനവിചാരങ്ങളുടെ മുമ്പിൽ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുപൂട്ടി പ്രാർത്ഥിക്കാം. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഏതാണ്ട് തീരുകയാണ്. ഒരു നിമിഷം കണ്ണും പൂട്ടി ഒന്ന് പ്രാർത്ഥിച്ച്, എനിക്കിങ്ങനെ എല്ലാ ദാരിദ്ര്യങ്ങളും പിറുപിറുക്കാൻ ഒക്കും. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് കൃപ മേടിക്കാൻ ഒക്കും. എന്നിട്ട് അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് താങ്ങിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ ഒക്കും. 2, കുറച്ചുകൂടെ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ. ഇതെല്ലാം കണ്ടിങ്ങനെ മരവിച്ച് പോവുകയാണ്. ആ ഒരു ഡിവൈൻ സോറോ ദൈവത്തോടും ചോദിക്കാം. 3, കുറച്ചുകൂടെ ഈ വാക്കും ബഹളവും ജാടയും ധാഷ്ട്യമൊക്കെ മാറ്റിവെച്ച് ഞാനിരിക്കുന്നിടത്ത് തമ്പുരാനൊരു ഇടമൊരുക്കാനായിട്ടുള്ളൊരു കൃപ. കർത്താവെ, ഒത്തിരി ഓടി, ഒത്തിരി അലഞ്ഞു, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി സമയം പോയി. പക്ഷേ തൃപ്തിയില്ലല്ലോ. തൃപ്തി വരുത്തുന്ന ഒന്നിനു വേണ്ടി ഒന്ന് ഓടാൻ അത് ദൈവമാണ്. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ. ദൈവമേ, എൻ്റെ ആത്മാവ്. പിന്നെ ഇങ്ങനെ കരുണയുടെ ഒരു ലോകത്തിൽ നിന്നുകൊണ്ടൊന്ന് വിതയ്ക്കാൻ നിഷ്കരണരായി പോവുക മനുഷ്യരൊക്കെ. സ്വാർത്ഥതയുടെ ഹാർഡ് കോർ ലോകത്തേക്ക് പോവുകയാണ്. ഒന്ന് വിതയ്ക്കാൻ കരുണ.
എന്നിട്ട് കരുണ കിട്ടുമെന്ന്. ഒരു നിമിഷം കണ്ണുകളെയൊക്കെ ഒന്ന് പൂട്ടി ദൈവസന്നിധിയിൽ ഒന്ന് ധ്യാനിച്ചിട്ട് പറഞ്ഞ്, ഈ ഒരു കൊച്ചായുസിൽ എന്നെ ഒത്തിരി പേര് ചേർത്ത് പിടിച്ച് കർത്താവേ, ഒത്തിരി പേര് എന്നോട് കരുണയും കാണിച്ചിട്ടുണ്ട്. ജന്മം മുതൽ ഇന്ന് വരെ ആരൊക്കെയോ ചേർത്ത് പിടിച്ചില്ലേ. ജനിച്ചപ്പോൾ ഒരു നേഴ്സല്ലേ നമ്മളെ എടുത്തത്. ഇനി അവസാനം ഒരുപക്ഷെ അവരല്ലേ കണ്ണിരുമി അടയ്ക്കുന്നു. ആരൊക്കെയോ ഈ കാലങ്ങളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചെങ്കിൽ എനിക്കും അതിനുള്ള കൃപ കിട്ടാൻ. ഒച്ചപ്പാടും ധാഷ്ട്യങ്ങളും ബഹളങ്ങളും ഉയർച്ചകളും എല്ലാം പോയി. കുറച്ചുകൂടെ ഒന്ന് വിനയത്തിൻ്റെ ലോകത്തേക്കൊന്ന് പ്രവേശിക്കാൻ സൗമ്യത. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദൈവരാജ്യ സംസ്കാരങ്ങൾ ഞങ്ങളുടെ ഭാഗങ്ങളാകുവാൻ, അത് ഞങ്ങളുടെ ഭാഗ്യപ്പെട്ട അവസ്ഥകളാകുവാൻ എളിയ മക്കൾക്ക് കൃപ തരണമേ. അതിനുവേണ്ടി സമർപ്പിക്കുന്നു. ഈ റിവൈവൽ 2020 ഒരു വചനത്തിൻ്റെ റിവൈവൽ ഉണ്ടാകണമേ. അതിനുവേണ്ടി എളിയദാസന്മാർ സമർപ്പിക്കുന്നു. ഈ ഒരു 15 വർഷമായി നടക്കുന്ന ഈ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. എന്നാൽ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ടല്ലോ. ഒരു വരാൻ പോകുന്ന ഉണർവിലേക്ക് ജനത്തിനെ ഒരുക്കുവാൻ ഇതൊരു റിവൈവലായി മാറണമേ. ആ റിവൈവലായി മാറണമേ, യഥാർത്ഥമായ റിവൈവൽ. അതിനുവേണ്ടി സമർപ്പിക്കുന്നു. എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കുമായി നന്ദി.